കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു अनोखा प्यार है तेरा, करूंगा स्तुति तेरी मैं सर्वदा। ओ है तेरा, करूंगा स्तुति तेरी मैं सर्वदा। For your grace, I praise you, Lord. For your great grace, I praise you, my Lord. For your grace, I praise you, Lord. For your great grace, I praise you, my Lord. हमारे स्वर्गीय पिता, അപ്പാ ചൂടാഴത്തി സ്നേഹിക്കാൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ച പകലിനായി സ്തോത്രം. और आज इस सुबह आपने फिर याद दिलाया कि हम आपसे और गहराई से प्यार करें, हम उसके लिए धन्यवाद देते हैं। ഞങ്ങളുടെ സ്റ്റോറി അങ്ങാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനാൽ സ്തോത്രം. और आज आपने हमको फिर याद दिलाया कि हमारी कहानी आप हो यीशु। എല്ലാറ്റിലും അധികം എല്ലാരെക്കാളും വ്യത്യസ്തമായി ഞങ്ങൾക്ക് അങ്ങയെ സ്നേഹിക്കണം. प्रभु, सभी से ज्यादा और सभी से बहुत अलग हम आपसे ज्यादा प्यार करना चाहते हैं। ഞങ്ങളുടെ രഹസ്യം അങ്ങയെ സ്നേഹിക്കുന്നതായി മാറണം. और हमारे जिंदगी का रहस्य हम आपसे प्यार करते हैं वो बन जाए प्रभु। അതിനായി ഞങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. हम उसके लिए अपने आप को आपके सामने समर्पित करते हैं, आपकी अधीनता में आते हैं। ഈ ജനത്തെ നീ തൊടും. इन लोगों को आप छुओगे। ഞാൻ ഇവരെ ബ്ലെസ് ചെയ്ത് मैं इन्हें आशीषित करके प्रार्थना करता മഹത്വം हूँ। അങ്ങേക്ക് महिमा आपको യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में मांगता है। ആമേൻ. എല്ലാവർക്കും വന്ദനം. सभी को जय मसीह की। ഇന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ സെലിബ്രേറ്റ് ചെയ്യുവാണെന്ന് എനിക്ക് മനസ്സിലായി. और आज मुझे ये समझ में आ गया कि आप सच में उत्सव मना रहे हैं। പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കും. पर मैं आपसे एक सवाल पूछना चाहूँगा। നിങ്ങൾ എന്നേക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്തു. अगर आप मुझसे ज्यादा उस प्रभु से प्यार करते हो तो अपने हाथ उठाकर उस प्रभु को महिमा देंगे। ഈ ഭൂമിയിൽ ആരെക്കാളും അധികം കർത്താവിനെ സ്നേഹിക്കണം. इस दुनिया में किसी से भी ज्यादा उस यीशु से प्यार करें। കർത്താവിനെ സ്നേഹിച്ചതിന് ശേഷമേ എന്നെ സ്നേഹിക്കാം. प्रभु से प्यार करने के बाद ही आप मुझसे प्यार करें। ആമേൻ. आमीन। നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. और मैं जानता हूँ कि आप वो करोगे, കാരണം ഞാൻ അതാ പഠിപ്പിച്ചു. क्योंकि मैंने आपको वही सिखाया है। ആമേൻ. हालेलुया। എന്നോട് പ്രകടിപ്പിക്കാൻ ഇതൊക്കെ വേണം. എന്നോട് പ്രകടിപ്പിക്കാൻ ഇതൊക്കെ വേണം. मुझसे आपके प्रेम को प्रकट करने के लिए इन बातों की जरूरत है, യേശുപ്പച്ചന് അതൊന്നും വേണ്ട. पर यीशु मसीह को इनकी जरूरत നിങ്ങളുടെ नहीं। മനസ്സ് മതി. आपका मन ही काफी है। നിങ്ങളുടെ മനസ്സിൽ ഇന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതിന്റെ 10 മടങ്ങായിരിക്കണം ഇനിയുള്ള സെലിബ്രേഷൻ. आज आपके मन के जो उत्सव के लिए तैयार है उससे 10 कदम ज्यादा अगले हफ्ते उस उत्सव के लिए तैयार होकर आए। കാരണം നമ്മൾ എത്ര സെലിബ്രേറ്റ് ചെയ്താലും അത് അധികമാവത്തില്ല, കുറവാണ്. क्योंकि हम यीशु का कितना भी उत्सव मनाए वो कभी अधिक नहीं होगा, वो हर वक्त कम स्थान पर ही रहेगा। ആമേൻ. आमीन। എന്തേലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ കർത്താവ്. अगर मैंने भी कुछ किया है उसका कारण प्रभु है। നമ്മൾ ഒരുമിച്ചൂടെ കൂടുന്നതിന്റെ കാരണം കർത്താവ്. हम यहाँ पर एक साथ इकट्ठे हुए उसका कारण यीशु है। ആമേൻ. ആമേൻ. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന ബന്ധങ്ങളുടെ എല്ലാം കാരണം കർത്താവ്. हम आपस में जान पहचान रखते हैं, हम रिश्ते बनाते हैं, उसका कारण यीशु है। ആമേൻ. आमीन। യേശു പ്രകടിപ്പിച്ച സ്നേഹം
നമ്മളിൽ വന്നു. അതാണ് എല്ലാത്തിൻ്റെ കാരണം. यीशु मसीह ने जिस प्रेम को प्रकट किया वो हमारे अंदर आया, उसके कारण हम प्यार करते हैं। വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. अगर यीशु मसीह का प्यार नहीं आया होता तो आप यहाँ नहीं നിങ്ങൾക്ക് आए തമ്മിൽ होते। സ്നേഹിക്കാൻ പറ്റത്തില്ല. आप आपस में प्यार नहीं कर കർത്താവിൻ്റെ पाते। സ്നേഹം നമ്മളിൽ വന്നതുകൊണ്ട്. प्रभु का प्यार हमारे अंदर आया इसलिए। ആമേൻ. സ്നേഹം എന്താണെന്ന് നമ്മൾ പല ആഴ്ചകൾ പഠിച്ചിട്ടുള്ള കാര്യം. और हम हफ्तों से सीख रहे थे प्यार क्या होता है। നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കട്ടെ. आपके अंदर का प्यार और बढ़ता जाए, അത് ഓരോ ദിവസവും വർദ്ധിക്കട്ടെ. वो हर दिन बढ़ता जाए, കർത്താവിന്റെ വരവ് വരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കട്ടെ. प्रभु के आगमन तक वो बढ़ता ही रहे। ആമേൻ. आमीन। ആമേൻ. അതിന് ഈ ആമേൻ പറഞ്ഞ ഒക്കത്തില്ല. इसलिए इतना कम आमीन कहना काफी नहीं है। നമ്മുടെ സ്നേഹം കർത്താവിന്റെ വരവ് വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. प्रभु के आगमन तक हमारे अंदर का प्रेम बढ़ता ही रहे। കാരണം അത് സെക്കൻഡുകൾ വെച്ച് വർദ്ധിക്കുന്ന ഒരു സാധനം. क्योंकि ये प्रेम ऐसा है जो क्षण बर क्षण हमारे अंदर बढ़ता है। ആമേൻ. ആമേൻ. അത് വർദ്ധിച്ചാൽ ബാക്കിയെല്ലാം വർദ്ധിച്ചോളൂ. अगर उसमें बढ़ोतरी आ गई तो बाकी सब में बढ़ोतरी आ जाएगी। ആമേൻ. आमीन। കർത്താവ് അനുഗ്രഹിക്കട്ടെ. प्रभु आपको आशीषित ആ रखे। സ്നേഹത്തിൽ നിങ്ങൾ വളരുക. इस प्रेम में आप बढ़ते रहे, ഐക്യതയിൽ നിൽക്കുക. एकता में बने रहे। സ്നേഹത്തിൽ വളർന്നെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഐക്യത. आप प्रेम में बढ़े, इसका सबूत यह है कि आप आपस में एकता में बढ़ते रहते हो। ആമേൻ. ആമേൻ. എല്ലാം നമുക്ക് ക്ഷമിക്കാൻ കഴിയും. हम सब बात को क्षमा कर सकते എല്ലാം हैं, നമുക്ക് സഹിക്കാൻ കഴിയും. सब बात को सहन कर पाएंगे। ആമേൻ. അങ്ങനെയല്ലേ സ്നേഹത്തെ കുറിച്ച് പറയുന്നു. उसी के बारे में प्रेम भी कहता है। ആമേൻ. आमीन। ഞാനിങ്ങനെ പറയാം, ആരെയും സഹിക്കാൻ പറ്റും, എന്തും സഹിക്കാൻ പറ്റും. मैं मेरे भाषा में कहूंगा कि हम किसी को भी सहन कर सकते हैं, किसी को भी क्षमा कर सकते हैं। ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा रहे हैं? പിശാചിനെ ചുമന്നുകൊണ്ട് ഒരു പുള്ളി അകത്ത് കയറി വന്നാലും നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് എല്ലാം സഹിച്ചിട്ടാണ്. अगर അവന്റെ അകത്തിരിക്കുന്ന ഭൂതമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുക. अगर कोई एक व्यक्ति दुष्ट आत्मा से पीड़ित होकर इसके अंदर आए तो भी हम उस व्यक्ति से उन सभी बातों को जानकर हम जानबूझकर उससे प्यार करते കാരണം हैं, അവൻ ചുമക്കുന്ന പിശാചിനെയാണ്. क्योंकि वो दुष्ट आत्मा को ले चल रहा है, നമ്മുടെ ശത്രുവിനെ അവൻ ചുമക്കുന്നത്. हमारे शत्रु को वो ले चल പക്ഷെ रहा നമ്മൾ है, സഹിച്ചിട്ട് അവനെ സ്നേഹിക്കും. पर हम सहन करके उससे प्यार करते हैं। ആമേൻ. मैन, മറക്കല്ലത്. ये बात भूलना नहीं। അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. एकता में हम बने रहे। ആമേൻ. आमीन। ഒറ്റ കാര്യം കൂടെ പറയട്ടെ ഞാൻ. और एक बात मैं आपसे കർത്താവ് कहना ഇപ്പൊ चाहता हूं, വന്നാൽ अगर प्रभु इस क्षण में आए, ഒരാളും ഇവിടെ കാണല്ലേ. एक भी व्यक्ति यहाँ पर पीछे ना छूट നമ്മൾ जाए, ഒരുമിച്ച് പോകണം. हम एक साथ उसके आगमन में जुड़ जाए, അവിടെ സന്തോഷിക്കണം. वो हम वहां पर जाके आनंदित हो। വേറെ ഒന്നും വേണ്ട. और कुछ नहीं चाहिए, ഇവിടെ ഒന്നും കിട്ടിയില്ലേലും വേണ്ട. यहाँ और कुछ नहीं मिला तो भी चलेगा, പക്ഷെ അപ്പച്ചൻ അങ്ങനെ വിടത്തില്ല. पर पिता हमें खाली हाथ അപ്പച്ചൻ नहीं എല്ലാം छोड़ेगा। തരും. पिता हमको सब देगा, പക്ഷെ നമുക്കത് കിട്ടിയില്ലേലും കുഴപ്പമില്ല. हमें वो नहीं मिला तो भी चलेगा, അപ്പച്ചന്റെ അടുക്ക പോകണം. पिता के पास जाना। ആമേൻ. आमीन। കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. प्रभु यीशु मसीह के नाम में सभी को प्रेम भरा वंदन। ദൈവം നല്ലവൻ. परमेश्वर भला है। ഒന്നും അവിചാരിതമായി നമ്മുടെ ലൈഫിൽ നടക്കുന്നില്ല. हमारे जिंदगी में कुछ भी ऐसे ही बिना कोई कारण का नहीं होता। എല്ലാം ദൈവത്തിന്റെ അനുവാദത്തോടു കൂടിയേ നടക്കാറുള്ളൂ. सभी बातें परमेश्वर की अनुमति के साथ ही हमारे जिंदगी में होती है। ആമേൻ. ചിലത് നമ്മൾ പറയുന്ന പോലെ നടക്കണമെന്നില്ല. और कुछ चीजें हम जैसे कहते हैं वैसी होनी जरूरी नहीं है, പക്ഷേ നടക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് നടന്നിരിക്കും. पर जो होना है वो सही समय में होगा। ആമേൻ. ബൈബിൾ പറയുന്നത് എന്താ? वचन क्या कहता है? ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. हमारा परमेश्वर वो है जो आदि में ही अंत को जान लेता है। അല്ലേ? आमीन। അപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മരണം അറിയാവുന്നവനാണ് എൻ്റെ കർത്താവ്. तो मेरे जन्म में ही मेरे मृत्यु के बारे में जानने वाला व्यक्ति है परमेश्वर। പക്ഷെ ദൈവം എഴുതിയേക്കുന്ന എൻ്റെ മരണമല്ല, എന്നെ വന്ന് കൊണ്ടുപോകലാന്നെങ്കിൽ
ഏതെല്ലാം കളികൾ ഇവിടെ കിടന്ന് പിശാച് കളിച്ചാലും മരണം കളിച്ചാലും ഞാൻ മരിക്കത്തില്ല. तो प्रभु ने अगर मेरे जिंदगी की योजना में मृत्यु नहीं पर उसके आगमन में जुड़ने के बारे में लिखा है, तो शैतान कितना भी खेल ले, मैं उस योजना का पूर्तिकरण देख कर रहूंगा. മരിക്കാൻ ആഗ്രഹിച്ച ഏലിയാവ് മരിച്ചില്ല. പിന്നെ एलिया जो मरना चाहता था वो मृत्यु को पा नहीं पाया. ആമേ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? कितने लोग समझ पा रहे हैं? 7, 10 ഏറെ ആയാലും 80 എന്ന് പാടിയ ചേട്ടനും അനിയനും എല്ലാം നിൽക്കേ മോശ ചത്തില്ല. മരിച്ചോ ആർക്കും അറിയത്തില്ല. मूसा जिसने लिखा कि 80 उम्र तक ही शायद हम जिएंगे, वो लिखा वो भी वहां से नहीं मिट गया. वो मरा या नहीं ये भी हम नहीं जानते. 80 എഴുതിയിട്ട് 120ാമത്തെ വയസ്സിലും പുള്ളി മരിച്ചിട്ടില്ല. 80 तक ऐसे सीमित सीमा लिखी, पर 120 की उम्र में भी मूसा मरा नहीं है. ആമേ, ഈ പുസ്തകത്തിനകത്ത് ഒരു സുവിശേഷം ഡോക്ടറെ കൊണ്ട് എഴുതിച്ച്. और इस बाइबल में एक सुसमाचार एक डॉक्टर से लिखवाया है. ഡോക്ടർ ലൂക്ക്. उसका नाम है डॉक्टर लूक. അതാരാന്നറിയോ? वो कौन है हम जानते हैं? അപ്പോസ്തലൻ പോളിന്റെ മകൻ. प्रेरित पौलुस का बेटा है. ആമേ, പോളിന്റെ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ലൂക്കാണ്. और पौलुस को आरोग्य के बारे में सारी बातें लूकोस बता कर देता था. അതുകൊണ്ടാണ് പോളിന്റെ വീക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അസ്വസ്ഥതയെക്കുറിച്ച് അറിയാം. इसलिए पौलुस अपने शरीर के बलहीनताओं के बारे में अच्छा जानकारी അതുകൊണ്ടാണ് रखता था. ഹീലിംഗിന് ദൈവത്തോട് പ്രാർത്ഥിച്ച്. इसलिए उसने चंगाई के लिए प्रभु से प्रार्थना की. കർത്താവ് പറഞ്ഞു, ഈ അസ്വസ്ഥതയും നിന്റെ നിഗളവും കൂടെ കണക്റ്റഡാ. और प्रभु ने कहा कि तेरी ये अवस्था और तेरा घमंड ये दोनों इसमें जुड़ा है. അപ്പം നിഗളം കുറയുമ്പോൾ അസ്വസ്ഥത കുറയും. तो जब तेरी घमंड कम होगी तो तेरी अस्वस्थता भी कम होते അപ്പം जाएगी. നിനക്ക് വേണ്ടത് ഹീലിംഗ് അല്ല, നിഗളം ഹാൻഡിൽ ചെയ്യാനുള്ള സീക്രട്ടാ നിനക്ക് വേണ്ടേ. तो पौलुस तुझे इस रोग की चंगाई नहीं पर तेरे घमंड को कम करने वाली वो रहस्य की जरूरत ആ है. രഹസ്യത്തിന്റെ പേരാണ് ഗ്രേസ്. और उस रहस्य का नाम है कृपा. നമുക്കെല്ലാവർക്കും അതാ വേണ്ടേ. हम सबको उस कृपा की जरूरत है. ആമേൻ, ആമേൻ. പക്ഷേ പോൾ പറയുന്നത് വന്നിട്ട് അപ്പോസ്തലന്മാരോട് പറയുന്നത് എന്താണെന്നറിയോ? पर पौलुस प्रेरितों से ऐसे कहता है, ആ കൃപ ഞാൻ എൻ്റെ രോഗത്തിനല്ല ഉപയോഗിച്ചത്. उस कृपा को मैंने रोग की चंगाई के लिए नहीं उपयोग ഞാൻ किया. നിങ്ങളെക്കാൾ അധികം അധ്വാനിച്ചു. मैंने तुमसे ज्यादा मेहनत किया है. അപ്പൊ എന്താ ഈ അസ്വസ്ഥതയിൽ ദൈവം എനിക്ക് തരുന്ന കൃപ എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ. आमेन. तो इस अस्वस्थता में प्रभु मुझे कृपा क्यों दे रहा है? ताकि मैं तुम्हारे लिए ज्यादा मेहनत അതാ कर നമ്മൾ पाऊं. കഴിഞ്ഞ ആഴ്ച വായിച്ച എഫേസ്യ ലേഖനം. पिछले रविवार एफिसियों के पत्री में से എന്റെ वही पढ़ा. കഷ്ടത നിങ്ങളുടെ മഹത്വത്തിനാ. और मेरी कष्टता तुम्हारे महिमा के लिए है. അത് പ്രസംഗിച്ചു. वो प्रचार किया. ഇച്ചൂടെ കഷ്ടത്തിലാക്കാൻ പിശാചു നോക്കി. शैतान ने और कष्टता में ले ദൈവം जाना ഇരട്ടി चाहा. മഹത്വത്തോടെ ഇവിടെ കൊണ്ടുവന്നു. प्रभु ने अधिकतर महिमा के साथ मुझे അത് लौटा कर നിങ്ങളുടെ लाया. മഹത്വമായി वो മാറാൻ പോകും. आपका महिमा बनने वाला അത് है. നിങ്ങളുടെ മഹത്വമായി वो മാറാൻ आपका പോകും. महिमा बनने वाला है. आमेन. आमेन. എനിക്കൊരു കാര്യം അറിയാം. एक बात मैं जानता നിങ്ങൾ हूं. കടന്നുപോകേണ്ട വലിയ വെല്ലുവിളികള് ഞാൻ അവിടെ കൈകാര്യം ചെയ്യുവാൻ. आप जिस बड़े चेतावनियों से गुजरने थे मैंने वहां पर उसे संभाल ഇനി അത് लिया. നിങ്ങൾക്കില്ല. अभी आपके जिंदगी में वो चेतावनियां नहीं है നിങ്ങൾ അതിലൂടെ കടക്കണ്ട. और आपको उसके पार नहीं जाना है. अभी നിങ്ങളുടെ അപ്പൻ അത് കടന്നു കഴിഞ്ഞു. आपके पिता ने उसको जीत लिया है. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. एक बात आप समझ लें. കനാൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇസ്രായേൽ ജനം ആട്ടിൻകുട്ടിയെ കൊന്നത്. देखो इस्राएल के जो है लोगों ने मेमने को इसलिए नहीं बलिदान दिया ताकि वो कनान देश को प्राप्त कर पाए. അവർ പെസഹ ആചരിച്ച് ആട്ടിൻകുട്ടിയെ കൊന്ന് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയത് കനാൻ കിട്ടാൻ വേണ്ടിയല്ല. और इस्राएल के बच्चों ने वो पासओवर का उत्सव मनाया, उनके फाटकों पर मेमने का लहू इसलिए नहीं लगाया ताकि वो എന്തിനാ അവര് वायु के ചെയ്തത്? देश में प्रवेश करे. പിന്നെന്തിനാ അവർ ചെയ്തത്? फिर उन्होंने वो क्यों किया? അവർ മിസ്രൈം പൊളിക്കാൻ വേണ്ടി അത് ചെയ്തത്. पर मिस्र को
तोड़ देने के लिए उन्होंने वो किया। മിസ്രൈമിൽ വരുന്ന ഒരു സംഹാരകനുണ്ട്, मिस्र में आने वाली एक अगली पीड़ा है, അവനെ ജയിക്കാൻ, उसको जीतने के लिए, മിസ്രൈമിൽ നിന്ന് പുറത്തു വരാൻ, मिस्र से बाहर आने के लिए, സെലക്ഷന് വേണ്ടിയാ चुनावट के लिए അവരത് ചെയ്ത്. उन्होंने वो कार्य किया। കനാനിനു വേണ്ടി कनान के लिए അവരൊന്നും ചെയ്യണ്ട. इस्राएलियों को कुछ അവരുടെ करने की അപ്പൻ जरूरत കാൽ नहीं। കുത്തിയപ്പോൾ उनके पिता ने जब पैर रख സ്വർഗം दिया, പറഞ്ഞു, स्वर्ग ने ഇത് कहा നിനക്കും നിന്റെ തലമുറയ്ക്കുള്ളതാ. ये तेरे और तेरे पीढ़ी के लिए है। കനാനിൽ അപ്പനായ അബ്രാമിനോട് പറഞ്ഞു, कनान में जो पिता ഇത് इब्राहिम से നിനക്കും कहा, നിന്റെ തലമുറയ്ക്കുള്ളതാ. ये तेरे और तेरे पीढ़ी के लिए കഴിഞ്ഞ है। ദിവസം ദൈവം എന്നോട് ഇത് പറഞ്ഞു, पिछले दिन प्रभु ने मुझसे ഇത് कहा നിന്റെ ജനത്തിനുള്ളതാ. ये तेरे लोगों ഈ के लिए है। ജയം നിന്റെ ये ജനത്തിനുള്ളതാ. विजय तेरे लोगों ഈ के लिए है। വാഗ്ദത്തം ഈ ये ജനത്തിനുള്ളതാ. वायदे तेरे बच्चों के लिए है। आमेन। നിങ്ങൾ ഒരിടത്തും കീഴടങ്ങത്തില്ല, आप एक जगह पर भी जो है कोई आप पर നിങ്ങൾ कब्जा नहीं ഒരിടത്തും करेगा। തല കുനിക്കത്തില്ല, आप कहीं पर सिर नहीं ഒരു झुकाओगे। ശാസ്ത്രവും നിങ്ങളെ ഒതുക്കത്തില്ല. कोई भी शास्त्र आपको तबाह नहीं നിങ്ങൾ അതിനെ पाएगा। പൊളിച്ചു പുറത്തു വരൂ. आप उसे तोड़कर जयवंत होकर बाहर आओगे। आमेन। ഏതെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട് कोई भी मेडिकल നിങ്ങളെ रिपोर्ट ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ अगर आपको चिंतित कर रहा है, ഇപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. अभी मैं उस रिपोर्ट को कैंसिल ഇപ്പോൾ करता അത് ഞാൻ हूं। ക്യാൻസൽ मैं ചെയ്യുന്നു. अभी उसे रद्द करता हूं। കാരണം उसका कारण എന്റെ ദൈവം എന്നോട് പറഞ്ഞു, मेरा परमेश्वर ने അവർ मुझसे അതിനെ कहा कि ജയിക്കുകയാണെന്ന്. वो उसे जीत रहे हैं। ആമേൻ, ആമേൻ. എത്ര പേർക്ക് സന്തോഷം? कितने लोग खुश हैं? ധൈര്യത്തോട് പറഞ്ഞു, धैर्य के साथ बोलो, ദൈവം വലിയവൻ. परमेश्वर महान है। എനിക്ക് പക്ഷേ ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് എഫീസ് ലേഖനം 3-ാം അധ്യായം ഒന്ന് ഈ സ്ക്രീനിലിടണം, എല്ലാവരും അവരുടെ ബൈബിളിൽ എടുക്കണം. एफेसियों की पत्री 3रा अध्याय हम स्क्रीन पर डालेंगे और सभी अपने बाइबल में भी वो खोलें। ഒരു കൊച്ചധ്യായമാണ്. एक छोटा अध्याय है वो। ഈ അധ്യായം മൊത്തം നമ്മളൊന്ന് വായിക്കാൻ പോകും. ये अध्याय पूरा हम पढ़ने वाले हैं। ഇത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ये पढ़ने से पहले एक बात ध्यान दीजिए। മത്തായി മുതൽ വെളിപ്പാട് വരെ, ബുക്ക് ഓഫ് മാത്യു ടു റെവലേഷൻ, मत्ती के सुसमाचार से प्रकाशित वाक्य तक ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ अगर एक व्यक्ति समझ नहीं पाया, ഒറ്റ പുസ്തകം വായിച്ചാൽ മതി. वो सिर्फ एक पुस्तक को पढ़े അതിൻ്റെ പേരാണ് എഫേസ്യ ലേഖനം. और उसका नाम है एफेसियों की पत्री। ഇതിനെ വേദശാസ്ത്രമായിട്ടിരിക്കുന്ന പേര് ലേഖനങ്ങളുടെ റാണി എന്ന്. और पवित्र शास्त्र लोग कहते हैं कि ये पत्रियों की रानी है। നമ്മുടെ സെലക്ഷൻ ഈ പുസ്തകത്തിലുണ്ട്. हमारे चुनावट के बारे में इस पत्री में कही गई है। ആ സെലക്ഷന് കർത്താവ് എന്ത് ചെയ്തെന്ന് ഇതിനകത്തുണ്ട്. उस चुनावट के लिए प्रभु ने क्या किया है वो कहा गया ആ है। നമ്മളെ എന്തിനാ സഭയിലാക്കിയെന്നുണ്ട്. और हमको प्रभु ने कलीसिया में क्यों नियुक्त किया इसके बारे में कहा है। സഭ പിശാചിനെ വിറപ്പിക്കുന്ന ഒരു മർമ്മമാണെന്നുണ്ട്. और कलीसिया शैतान को डराने वाली एक रहस्य है। ये वचन ये കുടുംബം पंक्ति എങ്ങനെ कहती है। ആയിരിക്കണമെന്നുണ്ട്. परिवार कैसे होने चाहिए ये पत्री उसके बारे में മക്കളും सिखाती അപ്പനും है। എങ്ങനെ ആയിരിക്കണമെന്നുണ്ട്. माता पिता बच्चे कैसे होने ये पत्री सिखाती है। യജമാനനും ജോലി അവര് ദാസനും എങ്ങനെ ആയിരിക്കണം. और जो है मालिक और दास का रिश्ता कैसे होना चाहिए वो हमें നമ്മുടെ सिखाता है। ആയുധം എന്താണെന്നുണ്ട്. हमारा हथियार क्या है ये सिखाता है। ഇതെല്ലാം എഫേസ്യ ലേഖനത്തിലുണ്ട്. ये सारी बातें एफिसियों की पत्री में है। എന്നാൽ ചർച്ച എന്ന് പറയുന്ന മർമ്മത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് ഈ 3-ാം അധ്യായം. पर ये 3रा अध्याय वो अध्याय है जो कलीसिया नामक रहस्य के बारे में ज्यादा कहता है। അതിൽ അപ്പനായിരിക്കുന്ന പോൾ, वहां पर पौलोस जो वहां का पिता है, പൗലോസ് ഒരു സഭയുടെയും പാസ്റ്ററായിട്ട് ദീർഘവർഷം ഇരുന്നിട്ടില്ല. पौलोस कोई भी कलीसिया का जो है कलीसिया का बोलिए ज्यादा साल अपोस्तल पासवान है। बनकर नहीं रुका है। ചർച്ച സ്ഥാപിക്കാൻ പോവുക. वो प्रेरित है, वो कलीसिया स्थापित करता है और अगला नियुक्तिपन के पास आगे बढ़ता അപ്പോൾ है। നമ്മൾ ലേഖനങ്ങളിൽ പൗലോസിന്റെ പേര് കാണുമ്പോൾ അപ്പനായിട്ട് കണ്ടുവേണം വായിക്കാൻ. तो पौलोस के बारे में जब पत्रियों में हम पढ़ते हैं वो वहां का पिता है ये मानकर हम पढ़े। അപ്പോൾ പൗലോസ് സഭയ്ക്ക് ആരാണെന്ന് പറയുന്നുണ്ട്. तो पौलोस उस कलीसिया के लिए कौन है वो ऐसे कहता സഭ है। എന്താണെന്ന് പറയുന്നുണ്ട്. कलीसिया कौन है इसके बारे में സഭ कहता है। ഏത് എവിടെ മർമ്മമാണെന്ന് പറയുന്നുണ്ട്. कलीसिया कहाँ पर का रहस्य है ये कहता है। സിമ്പിളായിട്ട് ഈ അധ്യായം വായിക്കല്ലേ, എല്ലാവരും ശ്രദ്ധിച്ച് നല്ല ധ്യാനത്തോടെ വായിക്കണം. ഇത് വായിച്ച് തീരുമ്പോൾ ഇന്നത്തെ ദൂതായി. और ये अध्याय को हम ऐसे ही नहीं पढ़े पर बहुत ध्यान पूर्वक पढ़े। ये अध्याय ही आज का नबूवत का वाणी നിങ്ങൾ ഈ है। ആഴ്ച ഇത് വായിച്ചാൽ മതി. इस हफ्ते आप केवल इस अध्याय ഈ को ആഴ്ച पढ़े നിങ്ങൾ കരുത്തരാകും. और ये हफ्ते आप सामर्थ्य बन പലതും जाओगे। നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. बहुत सारे चीजों में आप कार्य करोगे। आमेन। आमेन।
കാരണം നിങ്ങൾക്ക് വെളിപ്പാട് തരുമെന്ന്. क्योंकि परमेश्वर आपको प्रकटीकरण देगा. ആമേൻ. आमीन. നിങ്ങൾ വെറുതെ കൈ ഉയർത്തി ഹല്ലേലൂയ പറയുമല്ലെന്ന് എനിക്കറിയാം. और मैं जानता हूं कि आप ऐसे ही हालेलुया नहीं നമ്മൾ बोल रहे നോക്കിയപ്പോൾ हैं. മുടന്തരിനകത്തൂടെ നടന്നിട്ടില്ല. और यहाँ पर हम देखते हैं तो यहाँ पर कोई लंगड़े चलने नहीं लगे हैं. കുരുട്ടുകണ്ണ് ഇവിടെ തുറന്നിട്ടില്ല. कोई किसी अंधों का आंख नहीं खुला है. ചെകിടരുടെ കാത് തുറന്നിട്ടില്ല. बहरे सुनने नहीं लगे हैं. ഊമര് സംസാരിച്ചിട്ടില്ല. कुछ गूंगे बोलने नहीं लगे हैं. മരിച്ചവർ ഉയർത്തിട്ടില്ല. मरे हुए जी नहीं उठे. വരും ദിവസങ്ങളിൽ ഇതൊക്കെ നടക്കും. आने वाले दिनों में ये सब यहाँ पर होगा. ഇതിനേക്കാൾ വലുതൊന്നും ഇവിടെ നടന്നു. इससे बड़ी एक बात यहाँ पर ഈ हुई है. വചനം പറയുന്ന കൃപ ഇവിടെ വ്യാപരിച്ചു. ये वचन में कही गई कृपा यहाँ पर मंडरा അത് रही है. ഓരോരുത്തരുടെ മേലും വന്നിട്ടുണ്ട്. वो सभी के ऊपर आ रही है. അത് ഓരോരുത്തരുടെ മേലും. सभी के ऊपर ആ കൃപ മതി ഈ വചനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ. वो कृपा काफी है इस वचन को ग्रहण करने നിങ്ങളുടെ के മേൽ लिए. വന്ന കൃപ ഇത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കട്ടെ. आपके ऊपर आई हुई कृपा ये वचन आपको समझा कर നമുക്ക് दे. എല്ലാവർക്കും കൂടെ ചേർന്ന് വായിക്കാം. हम एक साथ इस वचन को पढ़ेंगे. रेडी? तैयार 1 है? 2 3. इस कारण मैं पौलुस जो तुम अन्य जातियों के लिए मसीह यीशु का बंधु हुआ, यदि तुमने परमेश्वर के उस अनुग्रह के प्रबंध का समाचार सुना जो तुम्हारे लिए मुझे दिया गया, अर्थात यह कि वह भेद और यदि तुम उसे पढ़ोगे तो मसीह विषयक रहस्यपूर्ण सत्य में मेरी अंतर्दृष्टि की समझ तुम्हें हो जाएगी. यह रहस्य पिछली पीढ़ी के लोगों को वैसे नहीं जनाया गया था जैसे अब उसके अपने पवित्र प्रेरितों और नबियों को आत्मा के द्वारा जनाया जा चुका है. यह रहस्य है कि यहूदियों के साथ गैर यहूदी भी सह उत्तराधिकारी है, एक ही देह के अंग है और मसीह यीशु में जो वचन हमें दिया गया है उसमें सहभागी है. सुसमाचार के कारण मैं उस सुसमाचार का प्रचार करने वाला एक सेवक बन गया जो उसकी शक्ति के अनुसार परमेश्वर के अनुग्रह के वरदान स्वरूप मुझे दिया गया था. यद्यपि सभी संत जनों मैं छोटे से भी छोटा हूँ, किंतु मसीह के अनंत धन रूपी सुसमाचार का गैर यहूदियों में प्रचार करने का यह अनुग्रह मुझे दिया गया कि मैं सभी लोगों के लिए उस रहस्यपूर्ण योजना को स्पष्ट करूं जो सब कुछ के सृजनहार परमेश्वर में सृष्टि के प्रारंभ से ही छिपी हुई थी, ताकि वह स्वर्गीय क्षेत्र के शक्तियों को और प्रशासकों को अब उस परमेश्वर के बहुविध ज्ञान को कलीसिया के द्वारा प्रकट कर सके. आमीन. यह उस सनातन प्रयोजन के अनुसार समर्पण हुआ जो उसने हमारे प्रभु मसीह यीशु में पूरा किया था. मसीह में विश्वास के कारण हम परमेश्वर तक भरोसे और निर्भरता के साथ पहुंच रखते हैं. इसलिए मैं प्रार्थना करता हूं कि तुम्हारे लिए मैं जो यातनाएं भोग रहा हूं उनसे आशा मत छोड़ बैठना, क्योंकि इस यातन में ही तो तुम्हारी महिमा है. इसलिए मैं परम पिता के आगे झुकता हूँ, उसी से स्वर्ग में या धरती पर सभी वंश अपने अपने नाम ग्रहण करते हैं. मैं प्रार्थना करता हूँ कि वह महिमा के अपने धन के अनुसार अपनी आत्मा के द्वारा तुम्हारे भीतरी व्यक्तित्व को शक्तिपूर्वक शुद्ध करे और विश्वास के द्वारा तुम्हारे हृदयों में मसीह का निवास हो. तुम्हारी जड़ें और नींव प्रेम पर टिके, जिससे तुम्हें अन्य सभी संत जनों के साथ यह समझने की शक्ति मिल जाए कि मसीह का प्रेम कितना व्यापक, विस्तृत,
विशाल और गंभीर है। आमीन। और तुम मसीह के उस प्रेम को जान लो जो सभी प्रकार के ज्ञानों से परे है, ताकि तुम परमेश्वर की सभी परिपूर्णताओं से भर जाओ। आमीन। अब उस परमेश्वर के लिए जो अपनी उस शक्ति से जो हम में काम कर रही है, जितना हम मांग सकते हैं या जहाँ तक हम सोच सकते हैं, उससे भी कहीं अधिक कर सकता है। उसकी कलीसिया में और मसीह यीशु में अनंत पीढ़ियों तक सदा सदा के लिए महिमा होती रहे। आमेन। हालेलुया। കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. हाथों को उठाकर परमेश्वर की महिमा करेंगे। हालेलुया, हालेलुया, हालेलुया। ഒറ്റ അധ്യായത്തിൽ ചർച്ച എന്താന്ന് പറഞ്ഞേക്കും. एक ही अध्याय में कलीसिया क्या है बता दिया। आमीन। അമ്മേ അതിൻ്റെ 8, 9, 10 ഒന്ന് വാക്കിയിട്ട്. इसी अध्याय का 8, 9 और 10 हम एक और बार पढ़ेंगे। यद्यपि सभी संत जनों में मैं छोटे से भी छोटा हूँ, किंतु मसीह के अनंत धन रूपी सुसमाचार का गैर यहूदियों में प्रचार करने का यह अनुग्रह मुझे दिया गया है। आमीन। ഇംഗ്ലീഷിലൊന്ന് വായിച്ചോ. Verse 8, to me, though I am the very least of all saints, this grace was given to preach to the Gentiles the unsearchable riches of Christ. Unsearchable riches. ऐसे आशीष है जो ढूंढने से भी नहीं मिलती, जो मसीह के अंदर छुपी है, वो यहूदियों के अलावा जो जाति लोग हैं उन तक पहुंचाने का अनुग्रह पौलोस को मिला। 9 नवा वाक्य 9 8 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ 9, 8 വാക്യം. यद्यपि सभी संत जनों में मैं छोटे से भी छोटा हूँ। മനസ്സിലായോ? പോൾ പറയുവാ. पौलोस कहता है, ആരാ? പോൾ. पॉल बोल रहा है, ഇവൻ അന്നത്തെ കാലത്ത് ഒരാൾക്ക് ഒരു 4-5 PhD കിട്ടിയാൽ അത് കിട്ടിയതിന് തുല്യമാണ് പോൾ. अगर कोई व्यक्ति को 4 या 5 PhD मिल जाए, उस प्रकार का एक ज्ञानी व्यक्ति है पौलोस उस जमाने में। സാധാരണ ഇന്നത്തെ കാലത്തൊക്കെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി അതിനെ അംഗീകരിച്ചിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് ഡോക്ടറേറ്റ്. और आजकल की यूनिवर्सिटी में जब आप एक थीसिस सबमिट करते हो तो वो स्वीकार कर कर आपको डॉक्टरेट ये डिग्री देती है। 14 തീസിസാ പുള്ളി സബ്മിറ്റ് ചെയ്തു. पौलोस ने 14 थीसिस सबमिट किया है। അതാണ് 14 ലേഖനങ്ങൾ. वही है ये 14 पत्रियां। അപ്പം മിനിമം 14 ഡോക്ടറേറ്റ് പുള്ളിക്ക് तो വരണം. कम से कम 14 डॉक्टरेट तो उनको मिलना ही है। അത് പരിശുദ്ധാത്മാവിന് പോലും മാറ്റാൻ പറ്റില്ല. और पवित्र आत्मा भी उसको बदली ആത്മാവും नहीं, കൂടെ ചേർന്ന പരിപാടി ചെയ്ത്. क्योंकि वो और आत्मा मिलकर ही इनको लिख रहे हैं। ആമേൻ. आमीन। അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പറയുക ഫുൾ വിശുദ്ധന്മാരെ എടുത്തു പറഞ്ഞാൽ അവർ ചെറിയവനെ. और ऐसा एक व्यक्ति बोलता है कि आप सारे संतों को ले लो, उसमें से सबसे छोटा व्यक्ति मैं हूँ। ആമേൻ. ഒന്ന് പറഞ്ഞേ. നിങ്ങളെക്കാൾ ചെറിയതാന്നാ പറഞ്ഞേക്കുന്നത്. वो बोल रहा है कि आपसे भी छोटा व्यक्ति है पौलोस। അപ്പം നമ്മൾ എത്ര താഴണം. तो अगर पौलोस ऐसा बोलता है तो हमें अपने आप को कितना नम्र करना चाहिए। ആമേൻ. നമ്മൾ ആരുമല്ല. हम कोई भी नहीं। നമ്മളിലെ കർത്താവിനെ മാറ്റിയാൽ, हमारे अंदर से अगर परमेश्वर को हटा दे, പിശാചിന് വിലയുണ്ട്, നമുക്ക് വിലയില്ല. शैतान की फिर भी कोई कीमत है, हमारी कोई भी कीमत नहीं। കാരണം നമ്മളെ പിന്നെ എന്തിനേ വെക്കുള്ളൂ? മണ്ണി വെക്കാനേ കൊള്ളൂ. अगर परमेश्वर को हमारे से हट जाए, बस फिर हम मिट्टी में मिलने के लायक ही है। പുഴുവരിക്കാനേ കൊള്ളൂ. सो जो कीड़े मकोड़े हैं वो खाने वाले शरीर है। ക്രിമിക്കിരയാകുമെന്ന്. जो मिट्टी के अंदर के कीड़े हैं वो खाते हैं इस शरीर को। ദൂതം വന്ന് ചെറിയൊരു തട്ട് കൊടുത്തപ്പം രാജാവെന്ന് പറഞ്ഞവൻ കൃമിയായി. जब स्वर्गदूत आकर राजा को पुराने करार में छूता है तो वो खुद इस कीड़े के समान हो जाता है। പുതിയ നിയമത്തിൽ नए करार में പഴയ നിയമത്തിൽ ദൂതൻ ചുമ്മാ ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഒരു രാജാവ് പുല്ല് തിന്നു.
और पुराने करार में तो स्वर्गदूत ने केवल उस राजा को देखा ही था और वो घास खाने लग गया। അത്രേ ഉള്ളൂ നമ്മൾ. बैठ जाइए आप लोग, हम उतने ही हैं। മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവിടെ പറയുന്നു ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ. और पौलुस कहता है मैं आप सबसे छोटा हूँ, लेकिन जातियों में जो यहूदी नहीं है उनसे परमेश्वर के इस अप्रतिम धन के बारे में प्रचार करने के लिए നമ്മൾ സത്യത്തിൽ ഇവിടെ പ്രസംഗിക്കുന്നത് അതാണ്. हम जो यहाँ प्रचार करते हैं वो यही है, जो परमेश्वर का अप्रतिम धन। പോൾ എന്തവരെ പഠിപ്പിച്ചോ അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരിക. पौलुस ने जो इन कलीसियाओं को सिखाया वही पवित्र आत्मा हमें प्रकट कर कर देता है। ഇപ്പൊ ഈ ചർച്ചിന്റെ പോളായിട്ട് ദൈവം എന്നെ ആക്കിയേക്കുന്നു. तो इस कलीसिया के पौलुस के समान परमेश्वर ने मुझे बिठाया। അപ്പൊ എൻ്റെ അകത്ത് തരുന്നത് ആ അപ്രമേയ ധനത്തിന്റെ ഒരു പോർഷനാ. तो यही जो धन मसीह में जो धन है जिसको पौलुस कहता है वो उसी का एक भाग मेरे मुंह में परमेश्वर देता है। അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് കേട്ടോ, അപ്രമേയ രഹസ്യം എന്നല്ല പറഞ്ഞത്. हिंदी में उसका बराबर व्याकरण नहीं किया, पर अगर आप अंग्रेजी में पढ़ेंगे तो ऐसा लिखा है कि ऐसा धन जो ढूंढने से भी नहीं मिलता। अनसर्चेबल रिचेस ऑफ क्राइस्ट. सुसमाचार को ऐसे कहा है कि ऐसा धन जो ढूंढने से भी ना मिले। അപ്പോൾ ദൈവം എന്തു പറഞ്ഞാലും അതിനൊരു ആത്മീക വശമുണ്ട്, ഭൗതിക വശമുണ്ട്. यानी परमेश्वर जो भी हमसे बात करता है उसका एक आत्मिक स्तर भी है और उसका एक शारीरिक स्तर भी है। ഉണ്ടോ? ഉണ്ടോ? हाँ या ना? ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യനും അതുണ്ടല്ലോ. परमेश्वर ने जब आदम की सृष्टि की उसमें भी वो था। സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന യേശുവിനും ഉണ്ടല്ലോ. स्वर्ग से आया हुआ यीशु को भी वो था। അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവം അത് वो परमेश्वर का स्वभाव है, സ്വർഗത്തിലെ കാര്യം മാത്രം പറഞ്ഞു പോകത്തില്ല, केवल स्वर्गीय बातों को ही नहीं बोलता। അത് ഇവിടെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടേ इस പോകത്തുള്ളൂ. पृथ्वी पर उसका प्रकटीकरण कैसे होगा उसको भी നമ്മുടെ बोलता ലൈഫിൽ है। അതെങ്ങനെ പ്രയോജനപ്പെടുന്നു? हमारे जिंदगी में वो कैसे होगा? അപ്പൊ ആത്മവശമുണ്ട്, അതിനെ ഭൗതിക വശമുണ്ട്. सो परमेश्वर जो कहता है वो केवल आत्मिक बातें नहीं शारीरिक बातों को भी बोलता ഉണ്ട്. है। അപ്പൊ ആത്മീകവും ശാരീരികമായ വിഷയമാണ് പറഞ്ഞെങ്കിൽ അവിടോട്ട് ഇതൊന്നും ചേർത്ത് അൺസർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. और अगर परमेश्वर हमसे शारीरिक और आत्मिक इन दोनों बातों को कहता है, उन बातों को पौलुस बोलता है वो ऐसे धन है जो ढूंढने से भी ना मिले। ആമേ. ദൈവത്തിന്റെ കൂടെ വർഷങ്ങൾ ഇറങ്ങി നടക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അബ്രഹാം. इब्राहिम ऐसा व्यक्ति था जो सालों साल परमेश्वर के साथ चला। അല്ലേ? അതിനു മുമ്പ് അതുപോലെ നടന്ന ഒരാളില്ല. उसके पहले ऐसा कोई व्यक्ति नहीं है जो परमेश्वर के ഹാനോക്ക് साथ चला। നടന്നെന്ന് പറയുന്നു. हानोक परमेश्वर के साथ चला। അതിനെക്കുറിച്ച് ബൈബിൾ ഒത്തിരി വിശദീകരിച്ചിട്ടില്ല. बाइबल ने उसके बारे में ज्यादा व्याकरण नहीं ദൈവം അവനെ किया। എടുത്തെന്ന് പറയുന്നു. परमेश्वर ने उसे उठा അത് लिया। ദൈവത്തിന്റെ ഒരു മർമ്മമാണ്. वो परमेश्वर में छुपा हुआ एक रहस्य എന്നാൽ है। നമ്മുടെ ഏറ്റവും വലിയ മോഡലായി ആദ്യം നടന്ന് കാണിച്ച അബ്രഹാമാ. पर हमारे को समझ में आए वैसा एक संविधान इब्राहिम के द्वारा हमें समझ में आता है। അല്ലേ? അവനെ എങ്ങനെ ദൈവം ചെയ്ത്? परमेश्वर ने उसके साथ क्या किया? ആത്മീയമായിട്ട് മാത്രമേ അനുഗ്രഹിച്ചുള്ളൂ. क्या उसे केवल आत्मिक तौर पर अनुग्रह किया? അല്ല, नहीं, ഭൗതികമായിട്ട് അനുഗ്രഹിച്ചു. उसे शारीरिक तौर पर भी आशीषित किया। ആമേ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ. तो परमेश्वर का संविधान ही वैसा है। ആമേ. സഭ എങ്ങനെ ആദ്യം തുടങ്ങി? कलीसिया कैसे शुरू हुआ? പണമില്ലാതാ? गरीबी में शुरू हुआ क्या? അല്ല, नहीं, ഉള്ളവരെല്ലാരും വിറ്റു സാധനം കൊണ്ടുപോയി ചർച്ചിൽ കൊണ്ടുവന്നു. सारे विश्वासियों ने अपनी चीजों को बेची यानी- और वो सारा पैसा कलीसिया में लाया। ഞാനിങ്ങനെ പറയും, मैं ऐसे बोलता हूँ, അവിടുത്തെ കുടുംബാംഗങ്ങളെക്കാൾ സമ്പന്നനായിരുന്നു സഭ. वहां के लोगों से भी अमीर थे उसकी कलीसिया। ഒരു മിനിറ്റ് കണ്ടോ, അതിന് നിങ്ങൾ കൈയടിച്ചില്ല. तालियां कम हो गई। ആമേ. आमीन। കാരണം എല്ലാവരും അവരുടെ സാധനം വിറ്റ് കൊണ്ടുവന്ന് വെക്കുക കാക്കൽ. सब लोगों ने उनकी चीजों को बेचकर प्रेरितों के पैर पे रख दिया। ആമേ. അപ്പൊ അവരുടെ വെളിപ്പാട് എന്തോ വെളിപ്പാടായിരുന്നു. तो वो
कैसे प्रकटीकरण में काम कर रहे थे, അപ്പൊ അവര് മനസ്സിലാക്കിയ സ്നേഹം എന്തായിരുന്നു, वो किस प्यार की गहराई को समझ അവര് रहे थे, ഗ്രഹിച്ച കൃപ എന്തായിരുന്നു, वो कृपा को किस तरह से समझ रहे थे, അവരുടെ കാൽവറിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് वो എന്തായിരുന്നു. कलवरी को किस तरह समझ रहे थे. ആമേൻ. आमेन. നമ്മളെ പോലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ വിശ്വസിക്കുന്ന കാലത്തല്ലവർ. वो ऐसे समय में नहीं है जहां हजारों की तादाद में मसीह लोग हैं. വേൾഡിലെ ഏകദേശം 2/3 ആളുകൾ ഇന്നും ക്രിസ്ത്യൻസാ. आज 3 में से 2 हिस्से हम बोल सकते हैं कि मसीही लोग हैं. അതിപ്പോ കുറഞ്ഞു വരിക. वो कम होते आ रहा है കാരണം ഒത്തിരി പേര് ക്രിസ്ത്യനുമല്ല ഒന്നും അല്ലാതെ നടക്കുന്നുണ്ട്. कि बहुत लोग मसीह भी नहीं, कुछ भी नहीं ऐसे चल എന്നാലും रहे हैं. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻസാ. पर हम मसीह झुंड एक बड़ा झुंड है. അത്രയും ഉള്ളപ്പോഴാണ് നമ്മൾ ഇരുന്നുകൊണ്ട് ഈ ഗ്ലോറി പറയുന്നത്. और इतना जब मसीह एक समूह है तब जाकर हम यहाँ बैठकर ആദ്യത്തെ आराधना സഭ करते ആകെ हैं. 3000 പേരേ ഉള്ളൂ. पर पहली कलीसिया में केवल 3000 ആ ही लोग थे. 3000 പേരാണ് ഇതെല്ലാം കൂടെ ചെയ്തത്. और ये 3000 लोग ये सब कुछ कर रहे हैं. എക്സ്ട്രാ ആളുകളില്ല, नए लोग नहीं, മറ്റൊരു രാജ്യത്തില്ല, दूसरे कोई राज्य में भी नहीं, വേറൊരു ചർച്ചില്ല. दूसरी कलीसिया नहीं, പക്ഷെ അവര് ചെയ്തു. पर वो कर रहे हैं. അവർക്കറിയാം वो समझ गए 2000 വർഷം കഴിഞ്ഞാലും 2000 साल बाद भी ഞങ്ങൾക്ക് പകരക്കായി സ്തോത്രം പറയാൻ, हमारे जगह स्तुति करने वाले, ഞങ്ങൾക്ക് പകരമായി നൃത്തം ചെയ്യാൻ हमारे जगह नाचने ഞങ്ങളുടെ वाले, തലമുറ ഇറങ്ങി വരണമെങ്കിൽ हमारी पीढ़ी अगर आनी ഞങ്ങൾ है तो ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. हमें आज बोना है. അവരുടെ സ്വത്ത് മൊത്തം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. तो उन्होंने अपनी जायदाद को बोया. ആമേൻ, ആമേൻ. നമ്മുടെ ദൈവത്തിന് മേടിച്ചിട്ട് പോകുന്ന സ്വഭാവമില്ല. हमारे परमेश्वर कभी लेकर अकेला चला जाता है, ऐसा स्वभाव മേടിച്ചാൽ അമർത്തി കുലുക്കി കവിന്ന് തിരിച്ചു തരും. नहीं. अगर लिया तो उसको खिलाकर उसका दुगना दाम वापस देता है. आमेन. आमेन. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ रहे हैं इस बात को. ഞാനിത് പറയാൻ വന്നല്ല, പക്ഷെ ആത്മാവ് അങ്ങ് പറയും. मैं ये बोलना नहीं वाला था, आत्मा बोल रही थी तो बोल दिया എന്നിട്ട് मैंने. പറഞ്ഞോണ്ട് ആ അപ്രമേയ എന്തോന്ന് അതാ നല്ല അൺസർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് പ്രസംഗിക്കാൻ. मसीह में ऐसे धन छुपे हैं जो ढूंढने से भी नहीं मिलते, उसको प्रचार करने के लिए मुझे चुना. ഞാൻ ഒരു കാര്യം പറയാം. मैं आपको बोलता അടുത്ത हूँ 2 മാസം अगले 2 हफ्ते, अगले 2 महीने സ്വർഗത്തിലേതും ഭൂമിയിലേതും നന്മ നിങ്ങൾ പ്രാപിക്കണം. स्वर्ग की और पृथ्वी की दोनों धन आप प्राप्त करें. അതിനായി ഇന്ന് ഈ ദൂത് എടുത്തേക്കുന്നത്. इसलिए मैं आज ये वाणी आपको बोल रहा हूँ. സ്പിരിച്വൽ വേൾഡിൽ മാത്രമല്ല, केवल आत्मिक स्तर पे नहीं, നിങ്ങളുടെ ശാരീരിക വേൾഡിലും तुम्हारे शारीरिक स्तर ആ पर भी റിച്ചസ് വെളിപ്പെടാൻ പോവാ. वो धन प्रकट हो जाए. അതാ ഞാൻ പ്രസംഗിക്കുന്നത്. वही मैं प्रचार कर ഞാൻ रहा അത് हूँ. ഇന്ന് റിലീസ് ചെയ്യുക. वो मैं आज यहाँ खोलता ഞാനിത് हूँ. ഇവിടുന്ന് പ്രഖ്യാപിക്കുക. मैं उसकी घोषणा करता हूँ. ആമേൻ. അത് നിങ്ങളുടെ മേൽ വരട്ടെ. वो आपके ऊपर आ जाए. അത് നിങ്ങൾ പ്രാപിച്ചട്ടെ. वो आप प्राप्त करें. ആ കൃപ ഇന്ന് റിലീസ് वो ആകട്ടെ. कृपा आपके ऊपर उंडेलने पाए. हालेलुया. സമ്പത്ത് മാത്രം സ്വീകരിച്ച് സ്വത്രം പറഞ്ഞ് ചിരിക്കരുത്. देखिए सिर्फ धन को स्वीकार कर स्तुति ना करे, സ്വർഗത്തിലേത് ആദ്യം റിസീവ് ചെയ്യണം. पहले स्वर्गीय बातों को स्वीकार करे. അതിന്റെ കൂട്ടത്തിൽ ഇത് മാനിഫെസ്റ്റ് ആയിക്കോളും. उसके साथ शारीरिक चीज अपने आप प्रकट हो നീ जाएगी. റിസീവ് ചെയ്യേണ്ടത് സ്വർഗത്തിലെ. तुझे स्वर्गीय चीजों को प्राप्त करना है. ആമേൻ, ആമേൻ. നിനക്ക് ലഭിക്കുന്നതാണ് ഇവിടുത്തെ നന്മ. तुझे जो प्राप्त होगा वो यहाँ का धन होगा. ആമേൻ. സ്വർഗത്തിലേത് പ്രാപിക്കുക, स्वर्ग से ഇവിടുത്തേത് സ്വീകരിക്കുക. स्वर्ग से प्राप्त करे और यहाँ का स्वीकार करे. ആമേൻ. आमेन. പൗലോസ് പറഞ്ഞു എനിക്കിതേ ഉള്ളൂ പ്രസംഗിക്കുക. पौलुस बोलता है मेरे पास तो यही है प्रचार के लिए. 1-ാം വാക്യം ഒന്ന് വായിച്ചു. पहला वाक्य इस प्रकार, इसलिए मैं पौलुस तुम गैर यहूदी यानी जातियों के लिए मसीह यीशु के हेतु बंदी बना हूँ. ആമേൻ. നിങ്ങൾ ഓർക്കുന്ന ഈ ജയിലിൽ കിടക്കുമ്പോൾ അല്ല, ജയിലല്ല പുള്ളി ഉദ്ദേശിച്ചത്. ये यहाँ पे वो ये नहीं बोल रहा है कि वो जेल में बंदी गृह में है, उसके बारे में नहीं कर रहा. वो ഒരിക്കലും ജയിലിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന ഒരു ദിവസമല്ല. वो ऐसा परमेश्वर के दास नहीं जो बंदी गृह के बारे में गुड़गुड़ाते हैं. പുള്ളി ജയിലിലായിരുന്നു. പുള്ളിയുടെ മക്കളായ ലൂക്കോസും തീമത്യോസും ഒക്കെ എഴുതിയതാണ് നമ്മൾ വായിക്കുന്നത്. और हम उन्होंने जब अपने बच्चों को इस बारे में बताया उसके बारे में हम पढ़ते हैं. അവരെ എഴുതിയ കാരണം പോള് കൂടുതലും പോളിന്റെ കൈ കൊണ്ടല്ല എഴുതുന്നത്,
ലൂക്കോസ് ആയിരുന്നു കൂടുതൽ എഴുതി കൊടുക്കും. पौल अपने हाथों से पत्रियों को नहीं लगता था, उसके बेटे लिखते थे. അപ്പോൾ അവർ ഇതൂടെ കാരണം പോൾ ആയിരുന്ന സിറ്റുവേഷനും കൂടെ എഴുതുമല്ലോ. तो पौलुस कहाँ से ये बांट रहा है वो भी लिखते थे वहाँ पर. പോളിന്റെ വാഗുണ്ട് ജയിലിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. पौलुस ने अपने मुंह से बंदी गृह के बारे में कोई कंप्लेन कहा नहीं, कहीं പിന്നെ नहीं की. ഇതെന്തോ പറഞ്ഞേക്കുന്നറിയോ? फिर क्या बोल रहा है? എവിടെ ബന്ധനായ? मैं कहाँ बंधूं? യേശു ക്രിസ്തുവിന്റെ ബന്ധൻ. यीशु के हेतु बंदी बनाऊं. ആമേൻ. Jesus on behalf of you Gentiles. A For prisoner Christ. for Christ Jesus. Jesus. On behalf of you Gentiles. ആ. मसीह यीशु के हेतु जातियों അപ്പൊ के അതിന്റെ लिए बंदी बना അർത്ഥം हूं. അവൻ അത്രയ്ക്ക് ദൈവത്താൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കും അവന്റെ സ്നേഹത്തിൽ. उसका ये मतलब है कि मसीह के प्यार में वो अपने आप को उस प्यार की बंधुआई में रखता है. കാരണം കർത്താവ് അവനെ അങ്ങ് ബന്ധിച്ചിട്ടേക്കുവാ. परमेश्वर ने अपने प्यार में उसको बंधुआई में അവന്റെ रखा. ലൈഫ് കർത്താവാ. उसका जिंदगी ही मसीह है. വേറൊന്നിനും അവനെ കൊള്ളത്തില്ല. बाकी कोई चीज करने की उसके अंदर काबिलियत ही नहीं. നമ്മെ ആ ഒരു ലെവൽ. ऐसे एक स्तर. അപ്പൊ പുള്ളി ഭൗതിക വശം മാത്രമല്ല ഇവിടെ പറയുന്നത്, ആത്മീയ വശം കൂടെ. तो वो सिर्फ शारीरिक बातों को नहीं बोल रहा, वो आत्मिक बातों को भी बोल रहा അപ്പൊ है. ജയിലിൽ കിടക്കുമ്പോൾ പുള്ളി പറഞ്ഞ ഞാൻ ക്രിസ്തു നിമിത്തം वो जब बंदी गृह में है वो बोल रहा है मैं मसीह के हेतु यहाँ पर ലൈഫ് ക്രിസ്തുവിനായിട്ട് ബന്ധിക്കപ്പെട്ടു. मैंने मेरी जिंदगी मसीह की बंधुआई में बिता दी है. അവിടെ കിടന്നുകൊണ്ട് പറയുക എനിക്കിനിയും അവന്റെ അപ്രമേയ ധനത്തെ പ്രസംഗിക്കാൻ പറ്റൂ. और वो बोलता है कि अब मैं बस उसके अंदर छुपी हुई वो जो धन है जो ढूंढने से नहीं मिलती, ऐसे प्रचारों को मैं कर सकता हूँ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു എന്റെ കഷ്ടത നിങ്ങളുടെ മഹത്വത്തിനാ. पिछले हफ्ते हमने सीखा मेरी कष्ट तुम्हारी महिमा के लिए. അല്ലേ? അപ്പൊ ഈ കഷ്ടത്തിൽ ഈ പുള്ളി ഗ്രഹിച്ചത് അവന്റെ അപ്രമേയ ധനം പ്രസംഗിക്കാനാ. तो उस कष्ट अवस्था में उसने जो चीजों को स्वीकार की वो इसलिए ताकि वो ऐसे बातों को प्रचार कर सके जो ढूंढने से भी नहीं मिलता. അതുകൊണ്ട് ഈ ഉലകത്തിൽ ഒരു ഗ്രൂപ്പിന് മാത്രമേ കഴിയൂ. और ये इस पूरे दुनिया में एक ही समूह ऐसा कर सकता है. ഇത്രയും ശരീരത്തിൽ അസ്വസ്ഥത വെച്ചോണ്ട് നീ സൗഖ്യമാവെന്ന് പറയാൻ. इतना शरीर में बीमारी रखकर किसी और को बोलना कि तू चंगा प्राप्त ഇന്ന് होगा. പകലും ഇവിടെ സൗഖ്യം നടക്കും. आज सवेरे भी वो चंगाई यहाँ पर होगा. ആമേൻ. അതവർക്കേ പറ്റൂ. वो यही समूह कर सकता है. ജയിലിൽ കിടന്നുകൊണ്ട് റിച്ചസിനെ കുറിച്ച് പറയണമെങ്കിൽ അവർക്കേ അത് പറ്റൂ. बंदी गृह में बैठ के धन के बारे में लिखना है तो यही समाज वो कर सकता है. വേറൊന്നിനും സ്വാതന്ത്ര്യമില്ല. कोई और चीज की आजादी नहीं. ദൈവത്തിന്റെ ബദ്ധനായി കിടന്നുകൊണ്ട് मसीह में बंधुआई में रहकर ദൈവത്തിന്റെ റിച്ചസിനെ കുറിച്ച് പറയണമെങ്കിൽ मसीह के धन के बारे में അവന്റെ बोलना है. സ്നേഹം മനസ്സിലാക്കിയവർക്ക് അത് പറ്റൂ. वो केवल वही लोग कर सकते हैं जो मसीह के प्रेम को समझते हैं. ആമേൻ. 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 ഇത് ഒരപ്പൻ മക്കളോട് സംസാരിക്കുന്ന ഒരു ഭാഗമായി പറയാം. देखिए ये वो भाग है जहाँ एक पिता अपने बेटे से बात कर रहा है. അപ്പം പറയാ पिता बोलता है ഞാൻ ബദ്ധനായത് നിങ്ങളോട് ധനം പ്രസംഗിക്കാൻ വേണ്ടി. मैं इसलिए बंधुआई में हूँ ताकि मैं मसीह के धनों को तुमसे प्रचार कर सकूं. ആമേ ആമേ. നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഒരു ധനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള. हम जो समस्या से गुजर रहे हैं वो इसलिए ताकि हम मसीह के अंदर के धन को समझ पाए. ചൂട് പറയണം അപ്രമേയതയം, അത് അൺസർച്ചബിൾ റിച്ചസ്. ऐसा धन जो ढूंढने से भी नहीं मिलता. ആമേൻ. അതാ കറക്റ്റ് വേർഡ്. എത്ര ശ്രമിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത ഒരു ധനം. ऐसा धन जो ढूंढते रह जाओगे पर आप आमेन. प्राप्त नहीं कर पाओगे. അത് നിങ്ങൾക്ക് മേടിച്ചു തരാൻ वो आप तक पहुंचने के लिए അതിനൊരു ബന്ധനം. उसके लिए एक बंधुआई, ആമേൻ. അതിനൊരു ഞെരുക്കം, उसके लिए एक कमी घटी. അതിനൊരുവന് മുൻപിൽ മുഴുവനെ സറണ്ടർ ചെയ്യുക. इसीलिए किसी के सामने पूरी तरह से അവൻ अधीनता പറഞ്ഞു में. സ്വല്പ നേരത്തേക്ക് നീ പോയി ജയിലിക്കടാ, और मसीह बोलता है थोड़े टाइम के लिए बंधुआई में അവിടെ रहे. നമുക്ക് ഒരുമിച്ചൊന്ന് കൂടാ. वहां हम साथ में इकट्ठा हो जाते നമുക്ക് हैं. ഏറ്റവും കൂടുതൽ സീക്രട്ട് കൈമാറാൻ ബെസ്റ്റ് സെക്യൂരിറ്റി ഉള്ള പ്ലേസ് അതാ. हम रहस्य को बांट सके ऐसी एक सुरक्षित जगह है ये बंदी गृह. ആമേൻ. നമ്മുടെ ജഡത്തിലെ ചില മേഖലകൾ ഉടഞ്ഞെങ്കില് ചില രഹസ്യങ്ങൾ നമുക്ക് കൈമാറാൻ പറ്റത്തുള്ളെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം. हमारे शरीर के कुछ स्वभाव कुछ चीजें जब तक ना टूटे
तब तक ये धन हमारे पास नहीं पहुंच सकता, ये मसीह अच्छे से जानता है। ആമേൻ. നമ്മുടെ സമ്പത്തിനെ തൊട്ടെങ്കില് നമ്മൾ ഒതുങ്ങത്തുള്ളൂ. എങ്കിലേ ചില സീക്രട്ടുകൾ, അപ്രമേയ ധനങ്ങൾ നിനക്ക് കൈമാറാൻ പറ്റത്തുള്ളെന്ന് ദൈവത്തിനറിയാം. हमारे जब तक हमारी संपत्ति को थोड़े से ना छुए तब तक हम नम्रता में उसके अधीन में नहीं आएंगे, और तब तक उसकी धन क्या है ये हम नहीं समझ सकते, ये मसीह अच्छे से जानता है। ആമേൻ. ആമേൻ. അതുകൊണ്ട് അതിന് നന്ദി പറ. इसीलिए उस समस्या या उस सिचुएशन के लिए परमेश्वर को धन्यवाद कहे। പോൾ അതുകൊണ്ടാ പറയുന്നത്, पॉल वही कहता ഞാൻ है, കഷ്ടത്തിലായത് എനിക്ക് ഗുണ. मैं कष्ट में था, वो मेरे लिए लाभदायक हो गया। ആമേൻ. എന്റെ ശൂലം എനിക്ക് നല്ലതാ. मेरा ये जो शरीर में ये प्रॉब्लम है वो मेरे लिए अच्छा है, കാരണം എനിക്ക് കൃപ അധിക. क्योंकि उस कारण मुझे कृपा ज्यादा मिल रही है। ആമേൻ. ചില മേഖലകളിൽ നീ ഉടഞ്ഞത് നല്ലതാ. कुछ जगहों में परमेश्वर ने आपको तोड़ दिया, ये अच्छी बात है। ചിലടത്ത് ഒറ്റപ്പെട്ടത് നല്ലതാ. कुछ जगहों में तू अकेला पड़ गया, ये अच्छी बात है। നിന്റെ അമ്മ നിന്നെ എതിർത്തത് നല്ലതാ. तेरी माँ ने तेरा विरोध किया, ये अच्छी बात നിന്റെ है। അമ്മയമ്മ നിനക്കെതിരായി നിന്നത് നല്ലതാ. तेरी सास तेरे विरोध रुकी, ये तेरे लिए अच्छा ही നിന്റെ हुआ। മക്കളും മരുമക്കളും നിനക്കെതിരായത് നല്ലതാ. तेरे बच्चे या तेरे बहू तेरे विरोध में रुका, वो तेरे लिए अच्छा ही അവിടെ हुआ, ഒരു ചില സീക്രട്ടുകൾ തുറക്കുന്ന സമയ. क्योंकि वो ऐसा समय था जो परमेश्वर ने അവിടെ तेरे अंदर കർത്താവ് धन को വരികയാ. उंडेल दिया। അവിടെ കർത്താവിന്റെ കൃപ വരികയാ. वहाँ परमेश्वर की कृपा आ रही है। എന്തിനു വേണ്ടി? क्यों? അൺസർച്ചബിൾ റീച്ചസ് ऐसे धन जो ढूंढने से भी तुझे ना നിനക്ക് मिले, കൈമാറാൻ. ताकि वो तेरे हाथ में पहुंचे। ആ हालेलुया। സിറ്റുവേഷൻ നിനക്ക് പിടികിട്ടത്തില്ല. वो परिस्थिति तुझे समझेगी नहीं। നിന്റെ ബോസ് നിനക്കെതിരായെന്ന് നല്ലതാ. तेरा बॉस तेरे विरुद्ध है, वो अच्छा है। നിനക്ക് ഫിസിക്കൽ ഒന്നും കിട്ടിക്കാണത്തില്ല. शारीरिक तौर पर आमेन। नहीं मिलता, സ്വർഗത്തിലെ രഹസ്യം पर स्वर्ग का നീ रहस्य വാ തുറക്കുമ്പോ, जब तू मुंह खोलता है, കുളിപ്പിച്ച് നിൽക്കുമ്പോ तू वेदी में ആ खड़ा रहता രഹസ്യം है, പുറത്തു तो വരുന്നത് वो रहस्य बाहर आ रहा है। റിച്ചസിന്ന് കിട്ടിയതാ. वो धन से तुझे प्राप्त हुआ है, അതിനകത്തുനിന്ന് പകർന്നതാ. वो उसमें से तुझ पर आया है। शबारी खांदी अलरस अनागलर बियांथोरोबोस उड़ावा रखा ആ, सियाला ബാ, बाबा ബാ, ബാ. शिवानदा रगा സിയാദ. सियाला रा बाबा അടലബ ഹസൻ. खांदला रगा सियाला റോഖോബ ഹസൻ. शिमानदा रगा सियाला बाबा। അതിപ്പോൾ സംഭവിക്കട്ടെ. वो अभी होने पाए। ചില ഒറ്റപ്പെടലുകളുടെ മേൽ कुछ अकेलेपन की अवस्था के ഓ ऊपर ആ അൺസർച്ചബിൾ റിച്ചസ് ഇറങ്ങട്ടെ. वो धन उतर पाए जो ढूंढने से भी नहीं मिलता। ചിലരുടെ ഞെരുക്കങ്ങളിൽ कुछ कमी ആ घटी की जगहों पर അൺസർച്ചസ് റിച്ചസ് ഇറങ്ങട്ടെ. वो धन उतरने पाए। ആമേൻ. ചില പ്രതിസന്ധികളിൽ कुछ समस्याओं के बीच അവർക്ക് में മുന്നേറാൻ പറ്റാതെ आगे बढ़ने को नहीं हो അവർ रहा, ഒറ്റപ്പെട്ടിടത്ത്, वो जहाँ अकेले पड़ അവർ गए, ചക്കായി പോയിടത്ത് जहाँ ഈ സീക്രട്ട് ഇറങ്ങട്ടെ. जहाँ वो रुक गए, वहाँ ये रहस्य उतरे। Unsearchable riches. ऐसे धन जो ढूंढने से भी नहीं मिलते। അടലബ ഹസൻ ദരാദിയ ജുബല ഹദര ഘടക സിയാദന അടകതന. ഇത് ആത്മമണ്ഡലത്തിൽ ചിലത് നടക്കുന്ന സമയ. ये ऐसा समय है जो आत्मिक क्षेत्र में इन आपके लिए कुछ कार्य हो रहे हैं। റിസീവ് ചെയ്യുന്നതിന്റെ 2 മാസം നിങ്ങൾ അനുഭവിക്കും. आज जो आप प्राप्त कर रहे हो, वो ये 2 महीने आप अनुभव करोगे। 2 മാസം കൊണ്ട് അത് ഫിസിക്കൽ വേൾഡിൽ വെളിപ്പെടും. 2 महीने में वो शारीरिक स्तर पर प्रकट होगा। കർത്താവ് അത് റിവീൽ ചെയ്യുക. परमेश्वर उसको प्रकट കർത്താവ് करेगा। ഇന്നത് കീ തുറക്കുക. परमेश्वर चाबी से उसको खोल रहा है। Unsearchable riches. ऐसे धन जो ढूंढने से ना അതിനൊരു मिले, സിറ്റുവേഷൻ നിനക്ക് വേണ്ടി വെച്ചു. ऐसा एक परिस्थिति में आपको डाल നിനക്കത് दिया, താങ്ങാൻ പറ്റാത്തത്. आप सहन नहीं कर നീ पाए, ഒറ്റപ്പെട്ടു പോയി. तू जो अकेला पड़ गया, നീ മിണ്ടാതായി. तू चुप हो गया, ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ. तू किसी को बोल नहीं पाया। നിന്റെ ജീവിതത്തിൽ കാണാത്ത സാമ്പത്തിക തകർച്ച. ऐसा ऐसे ऐसे कमी घटी जो तूने जिंदगी में अनुभव नहीं പക്ഷെ किया, അത് നിനക്ക് നെഗറ്റീവ് അല്ല. पर वो तेरे लिए गलत चीजों को नहीं നിന്റെ लाएगा। unsearchable riches നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവം കരുതിയ സീക്രട്ട് മൊമെന്റ് ആണ്. वो ऐसा रहस्य स्तर है जो परमेश्वर ने रखा, ताकि वो ऐसे धन को तुझे उंडेल कर दे जो तुझे ढूंढने से भी ना मिले। ആമേൻ. आमीन। ഇതിനെ നീ മാനുഷികമായി കൈകാര്യം ചെയ്യല്ലേ. इसको तू मन अपने मनुष्य दिमाग से ना सोचे, നിന്റെ പഴയ തരംതാണ വെളിപ്പാട് കൊണ്ടും ഇത് കൈകാര്യം ചെയ്യല്ലേ. तेरे पुराने वो नीचे स्तर के प्रकटीकरण से ना ഇത് सोचे। ഹയർ വെളിപ്പാടാ. ये बहुत ऊंचा ഇത് प्रकटीकरण ഹയർ है, ലെവലാ. ये बहुत ഇത് ऊंचे നിന്റെ स्तर से आ സീക്രട്ട് रहा മൊമെന്റാ. है।
ये तेरा रहस्य का ഇത് നിന്റെ समय है, സീക്രട്ട് ടൈമാ. ये तेरा रहस्य समय കർത്താവ് है, നിന്നോട് എൻകൗണ്ടർ ചെയ്യുന്ന परमेश्वर से मुलाकात का, അൺസർച്ചബിൾ റിച്ചസിന് വേണ്ടി वो धन प्राप्त करने के लिए जो ढूंढने നിന്നോട് से नहीं എൻകൗണ്ടർ मिलता, ചെയ്യുന്ന तुझसे मुठभेड़ करने वाला സീക്രട്ട് മൊമെന്റ് ആയത്. एक रहस्य समय है ये। നീ शिवारगस्या, നീ സ്റ്റക്കായതല്ല, तू अटका हुआ नहीं, ദൈവം നിന്നെ സ്റ്റക്കാക്കിയതാ. परमेश्वर ने तुझे रोक कर നീ रखा है, ബന്ധനസ്ഥനായതല്ല, तुझे बंधुआई में नहीं ദൈവം रखा, നിന്നെ ആക്കിയതാ. परमेश्वर ने तुझे रोक के എന്തിനു रखा है। വേണ്ടി? क्यों? അവന്റെ അൺസർച്ചബിൾ റിച്ചസ് നിന്നിൽ കൈമാറാൻ. ताकि उसके वो धन जो ढूंढने से नहीं मिलते वो तुझे सौंप दे। ആമേൻ. आमीन, हालेलुया, हालेलुया, ഉദിയ ബഹസ, हालेलुया। അടല ബഹസ, ഡക രഗ ദനഗ ഡഗസിയ. Something is happened here. कुछ चीजें हो रही है, ആത്മാവിൽ ഞാൻ അതറിയുന്നു. मैं आत्मा में उसको समझ रहा हूँ। ചിലരുടെ മേൽ പൊഴിയുന്നുണ്ട്. कुछ लोगों के ऊपर उंडेला जा रहा है, അസാധാരണമായി ചിലത് വീഴുന്നുണ്ട്. असाधारण चीजों को उंडेला जा रहा है। ഇതിന് ഒത്തിരി സമയം എടുക്കത്തില്ല. ये बहुत जल्दी होने वाली बातें हैं। 2 മാസത്തിനകത്ത് 2 महीनों के अंदर ഇതിന്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. इसका शारीरिक प्रकटीकरण होगा। സ്വർഗത്തിൽ നിന്ന് എന്ത് നിന്റെ മേൽ വീണോ आज स्वर्ग से जो तुझ पर उंडेला जा അത് रहा നിന്റെ है ഫിസിക്കൽ വേൾഡിൽ വെളിപ്പെടാൻ പോവാ. वो तेरे शारीरिक स्तर पर प्रकट होने वाला है। ആമേൻ, ആമേൻ. Are you happy? ആമേൻ. ഞാനിതൊന്നും പറയാൻ വന്നതല്ല. मैं ये कुछ बोलने के लिए नहीं आया, ഞാൻ ഈ അധ്യായം വായിപ്പിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. मैं सोचा आप ये अध्याय पढ़ो और फिर हम പക്ഷെ बैठेंगे। ഇത് റിലീസ് ചെയ്യാൻ ദൈവനോട് പറഞ്ഞുകൊണ്ടാ पर ഞാൻ परमेश्वर ने मुझे बोला कि ये तेरे बच्चों पर उमड़। എന്നോട് ദൈവം ആരോടൊക്കെയോ പ്രവചിക്കാൻ ഇങ്ങനെ പറയുന്നു. परमेश्वर कह रहा है मुझे आप लोगों से नबूवत करने के लिए, നീ മാനുഷികമായി ഒന്നും കൈകാര്യം ചെയ്യല്ലേ. तू कोई भी चीज को एक मनुष्य की तरह मत देख, നിന്റെ അറിവ് വെച്ചും കൈകാര്യം ചെയ്യല്ലേ. तेरा जो ज्ञान है उससे मत देख। ഇത് ദൈവം ഉണ്ടാക്കിയ സിറ്റുവേഷനാണ്. ये परिस्थिति को परमेश्वर ने बनाया है। നിന്റെ കണ്ണ് തുറക്കാൻ, तेरी आंखें खोल, നിന്നെ ഒരു സീക്രട്ട് ടൈമിന് വേണ്ടി വിളിക്കാൻ, तुझे एक रहस्य समय की ओर बुलाने के लिए। സീക്രട്ട് ടൈമിന് വേണ്ടി ദൈവം നിന്നോട് അപ്പോയിന്റ്മെന്റ് എടുത്ത സമയമായത്. ये ऐसा समय है जो परमेश्वर ने तुझसे रहस्य बांटने के लिए अलग रखा गया है। നമ്മളോ അവനോട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നില്ല. हम तो कोई समय उसके लिए नहीं പക്ഷെ रख रहे അപ്പൻ हैं, അത് അങ്ങനെ വിടാനൊക്കത്തില്ല. पर पिता हमारे लिए समय हटाकर അപ്പൻ रख रहा നിന്നോട് है। അപ്പോയിന്റ്മെന്റ് എടുക്കുക. पिता सामने से तेरे लिए समय हटा रहा है। നിന്റെ സീക്രട്ടാ, तेरा रहस्य, നിന്റെ സീക്രട്ട് ടൈം. तेरा परमेश्वर നീ के साथ ഇവിടെ का रहस्य വരാമെങ്കിൽ, टाइम। നീ ഇവിടെ എത്തുമെങ്കിൽ अगर तू उस रहस्य में परमेश्वर के साथ रुके तो നിനക്ക് അൺസർച്ചബിൾ റിച്ചസ് ഞാൻ റിവീൽ ചെയ്തു തരാം. तुझे मैं ऐसे धन को प्रकट कर कर दूंगा जो ढूंढने से नहीं मिलता। ആമേൻ. എത്ര പേര് അത് കൊതിക്കുന്നു? कितने लोगों की इच्छा है? നേരിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതിനേക്കാൾ വലുതെന്തുണ്ട്? सीधी तौर से परमेश्वर से ही प्राप्त करने से बड़ी बात और क्या हो सकती है? ഇന്നത് നീ നേരിട്ട് പ്രാപിക്കണം. आज तो वो प्राप्त करें। ആ 8-ാം വാക്യം ഒന്നുകൂടെ ഇട്ട്. സകല വിശുദ്ധന്മാരിലും यद्यपि सभी संत जनों में मैं छोटा से भी छोटा हूँ, किंतु मसीह के अनंत धन रूपी सुसमाचार का गैर यहूदियों में प्रचार करने का यह अनुग्रह मुझे दिया गया है അടുത്ത വാക്യം ഉണ്ട്. മലയാളം അടുത്ത വാക്യത്തിൽ कि मैं सभी लोगों के लिए उस रहस्यपूर्ण योजना को स्पष्ट करूं जो सब कुछ के सृजनहार परमेश्वर की सृष्टि के प्रारंभ से ही छुपी हुई थी, അവനെ ഇംഗ്ലീഷ് വായിച്ചു. and to bring to light for everyone what is the plan, and to bring to light for everyone. കണ്ടോ, ഓള് പറയാ ഇത് എന്നോട് പറഞ്ഞു, പക്ഷെ ദൈവത്തിന് ഇത് എന്നോട് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞു.
पौलुस कहता है देखो ये धन की बातें मुझे परमेश्वर ने सिखाई, लेकिन परमेश्वर चाहता है ये मेरे पास ना रहे पर ये सभी के पास पहुंच to जाए, bring to light फॉर for एवरीवन, everyone. सब लोगों को इसकी रोशनी में मैं लाऊं, ये परमेश्वर की योजना है। Amen. പോള് പറയാ അതിനാ കൃപ എനിക്ക് തന്നെ. पौलुस कहता है उसीलिए मुझे कृपा दी गई। ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പൗലോസ് എന്ന നിലയിൽ പറയട്ടെ, मैं आपके पौलुस के स्थान पर खड़ा रख के आपसे कह रहा हूँ, നിങ്ങളെ എന്റെ പൗലോസ് ആക്കിയത് ദൈവം. आपको मुझे आपका पौलुस बनाया ഈ കൃപ നിങ്ങൾക്ക് കൈമാറാൻ. ताकि मैं यही कृपा आप पर उंडेलूं। ആമേൻ. ദൈവത്തിന്റെ അൺസർച്ചബിൾ റിച്ചസിന്റെ ആ ലൈറ്റ് നിങ്ങളുടെ മേലെ എല്ലാവരുടെ മേലും വരണം. परमेश्वर की वो धन जो ढूंढने से नहीं मिलती, उस धन की रोशनी आप सबके ऊपर गिरे। അത് എന്നാ മുതലാന്നാ പറഞ്ഞേക്കുന്നത്? और वचन कहता है वो कब से थी? सृष्टि के प्रारंभ से ही छुपी थी, മറഞ്ഞു കിടന്ന സാധന. सृष्टि के प्रारंभ से ही छुपी हुई थी। യഹൂദന്മാർക്ക് അത് പിടികിട്ടിയില്ല. यहूदी लोग नहीं समझ पाए, അത് നമുക്ക് വെളിപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടം. पर परमेश्वर की इच्छा थी कि मैं जातियों को वो ജാതിയായ प्रकट करूं। നമുക്ക് आप जाति लोग थे, നമ്മൾ ഇത് മനസ്സിലാക്കാതെ പോയാലുള്ള അവസ്ഥയൊന്നും ഓർത്ത് आप सोचिए और हम भी ना समझ पाए तो क्या होगा? നമ്മൾ യഹൂദിനെ പോലെ തകർന്നു പോകും. हम भी यहूदी जैसे नाश हो जाएंगे। യഹൂദിനെ പറ്റി എന്താ? ആദ്യത്തെ വരവെങ്കിൽ തകർന്നു പോയി. यहूदी को क्या हुआ? उसके यीशु पहले क्रिस्तु ने आदित्य पहले आगमन में वो नष्ट हो गए, തകർന്നു പോയി. नष्ट हो गए, പക്ഷെ നമുക്ക് കിട്ടി. पर हम प्राप्त कर लिए। രണ്ടാമത്തെ വരവെങ്കിൽ दूसरे आगमन में യഹൂദിന് കിട്ടാൻ സാധ്യതയുണ്ട്. यहूदी शायद मिल प्राप्त कर ले, പക്ഷെ നമുക്ക് നഷ്ടപ്പെടല്ലേ. पर हमसे नष्ट ना हो पाए। അതുകൊണ്ട് ഈ പ്രകാശം നമുക്ക് വേണം. तो ये रोशनी हमें चाहिए। ആമേൻ. ഈ കൃപ നൽകിയിരിക്കും. ആ കൃപ ആർക്കാ നൽകിയിരിക്കുന്ന? അടുത്ത വാക്യം. So that through the church the manifold wisdom of God might now be made known to the rulers and the authorities in the heavenly places, ताकि वह स्वर्गीय क्षेत्र के शक्तियों को और प्रशासकों को अब उस परमेश्वर के बहुविध ज्ञान को कलीसिया के द्वारा प्रकट कर सके। Oh, ആമേൻ. thank you, അടുത്ത Lord. വാക്യം. This was according to the eternal purpose that he has realized in Christ Jesus our God. ये उस सनातन प्रयोजन के अनुसार समर्पण हुआ जो उसने हमारे प्रभु मसीह यीशु में पूरा किया था। ഇംഗ്ലീഷ്. This was according to the eternal purpose that he has realized in Christ Jesus our God. ശ്രദ്ധിച്ച്, ഇത് ആര് മുഖാന്തരമായി ഈ ലോകത്തിന് വെളിപ്പെടേണ്ട? दुनिया को किसके कारण प्रकट होगा? സഭ മുഖാന്തരം. कलीसिया के कारण। ഇത് ദൈവം ആർക്കാ കൊടുത്ത? परमेश्वर ने ये किसको सौंपा? സഭയ്ക്ക്. कलीसिया को सौंपा। അപ്പൊ നമ്മൾ ഇത് അറിയാതെ പോയാൽ तो ऐसा ना हो कि हम कलीसिया इसको ഒരു जाने കാര്യം नहीं। നിങ്ങൾ മനസ്സിലാക്കണം. आप समझिए इस बात ഈ को। ബൈബിള് പറയുന്നു, बाइबल कहता है സത്യം അറിഞ്ഞാൽ സ്വതന്ത്രരാകും. अगर सच जानो, सत्य जानो तो आप सत्य सच्चाई होता। आपको आजादी देगा। സത്യം എന്താ? ദൈവത്തിന്റെ വചനം. सत्य क्या है? परमेश्वर का वचन। ക്രൈസ്റ്റ്. मसीह है वो सच्चाई, सत्य। അപ്പൊ ഇതറിഞ്ഞാൽ, और अगर हम इसको समझ पाए ഇതറിയാതിരുന്നാലോ और हम इसको अगर नहीं समझे നിന്റെ പല ബന്ധനങ്ങൾ वഴിയത്തില്ല. तो तेरी बंधुआई में ही रहेगी। എത്രത്തോളം സത്യം അറിയുന്നോ അത്രത്തോളം ബന്ധനം കഴിയും. जितना मसीह के सच को हम जानेंगे उतना हम आजाद होंगे। നമുക്കിത് പണ്ട് അറിയാഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു, കർത്താവ് ഞാൻ പാപിയാ, ഞാൻ പാപിയാ, ഞാൻ പാപിയാ. पहले हम नहीं जानते थे तो मैं पापी हूँ ऐसे रोते थे, പാപിയാ എന്നോട് കരുണ ഉണ്ടാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രാർത്ഥന. करुणा दिखाना ऐसे बोलते थे। പക്ഷെ ഇത് നമുക്ക് വെളിപ്പെട്ടപ്പോ पर जब ये प्रकट हुआ, ഞാൻ കർത്താവിനാൽ നീതീകരിക്കപ്പെട്ടു, मैं परमेश्वर के द्वारा എന്നെ धर्मी बना വിശുദ്ധനാക്കണമേ गया। എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. अब हम प्रार्थना करें कि मुझे पवित्र बना। നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടും പാപിയാണെന്ന് പ്രാർത്ഥിച്ച ഒരു കാലം एक നമുക്കുണ്ട്. ऐसा समय था जब हम उद्धार प्राप्त किए फिर भी प्रार्थना करते थे कि मैं पापी हूँ। ഇപ്പോൾ നമുക്ക് കിട്ടിയ വെളിപ്പാടിലാണ് ഞാൻ നീതിമാനാണെന്നുള്ള ധൈര്യം पर अब നമുക്കുണ്ട്. जो प्रकटीकरण मिला है उससे हमें ये भरोसा है कि मैं धर्मी हूँ। അത് സഭ മുഖാന്തരം ദൈവത്തിന് തെളിയിക്കണ്ടേ. और परमेश्वर उसको कलीसिया के द्वारा സഭ साबित പറയുന്നത് करेगा। ഞങ്ങൾ പാപിയാണെന്ന് പറഞ്ഞ പിന്നെ ഈ ഭൂമിയിൽ എവിടെ ഉണ്ട് നീതിമാൻ? अगर कलीसिया बोले कि हम पापी है तो फिर इस पृथ्वी में आप धर्मी को कहाँ देखोगे? കാരണം ബൈബിൾ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിക്കും. वचन कहता है कि हे धर्मी लोग आप परमेश्वर में उत्सव मनाओ। സഭ പറയുക ഞങ്ങൾ പാപിയാണ്, पर कलीसिया बोलता है हम पापी है, പിന്നെ ആര് ഘോഷിച്ചുല്ലസിക്കും? तो उत्सव कौन मनाए?
അപ്പൊ ആ വെളിപ്പാടിലേക്ക് നമ്മളെ ദൈവം तो കൊണ്ടുവന്നു. परमेश्वर हमें उस प्रकटीकरण में लेकर आ रहा ഇത് അനാദികാലം മുമ്പേ തുറന്ന കാര്യമോ? है। ये पहले से ही परमेश्वर ने रखा हुआ യഹൂദൻ അത് है। പിടികിട്ടിയില്ല. यहूदी नहीं समझ पाए। അവന്റെ വിചാരം ന്യായപ്രമാണം കിട്ടിയപ്പോ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ഒന്നും രണ്ടും തെറ്റിച്ച് എന്നും ആടിനെയും വലിച്ചോണ്ട് ആലയത്തിൽ പോകും. यहूदी ने सोचा कि अरे इतना न्याय व्यवस्था कौन पालन करेगा, गलतियां करते थे और भेड़ बकरी को लेके आलय चले जाते। അവന്റെ വിചാരം നീതിമാനാകാൻ പറ്റത്തില്ല. वो सोचता है मैं धर्मी नहीं बन പോൾ सकता। പറഞ്ഞു പറ്റത്തില്ല. पॉल ने भी कहा नहीं बन सकता, പക്ഷേ ഇന്ന് അങ്ങനല്ല. पर आज ऐसा नहीं। യേശു എന്നെ നീതീകരിച്ചു. यीशु ने मुझे धर्मी ठहराया। പാപം എന്ന് പറയുന്ന കുഴിയിലല്ല ഇപ്പൊ ഞാൻ. मैं पाप की उस खड्डे में नहीं हूँ। ആ പാപത്തിന്റെ നാശകരമായ കുഴിയിലല്ല ഞാൻ. मैं पाप के उस नाश भरे खड्डे में ഞാനൊരു नहीं हूँ। പാറയില. मैं एक ആ പാറ ക്രിസ്തുവാ. मैं एक चट्टान पे हूँ और वो चट्टान मसीह है। ആ പാറയിൽ പാപമില്ല. उस चट्टान में पाप नहीं, അതുകൊണ്ട് എന്റെ കാല് പാപത്തിലല്ല. तो मेरा पैर पाप में नहीं। ഞാൻ നീതിയുടെ മുകളിലാ. मैं धार्मिकता के ऊपर ഞാൻ हूँ। വിശുദ്ധിക്കകത്താ. मैं पवित्रता के अंदर हूँ। മനസ്സിലാകുന്നുണ്ടോ? समझ रहे हैं आप लोग? ഇത് സഭ മുഖാന്തരം പുറത്തു വരണ്ടേ. ये कलीसिया के എന്തുകൊണ്ടാ द्वारा നമ്മൾ ही ഘോഷിച്ചുല്ലസിക്കുന്നത്? हम क्यों उत्सव मना रहे हैं? ലോകമേ നീതിമാന്മാർ ഇവിടെ ഉണ്ട്. क्योंकि हे दुनिया, धर्मी लोग यहाँ बैठे हैं। നിന്റെ കള്ളം പൊളിഞ്ഞടാ. तेरा झूठ टूट गया ഇവിടെ है। നീതിമാന്മാരുണ്ട്. यहाँ धर्मी लोग സഭ हैं। മുഖാന്തരം അത് ദൈവം വെളിപ്പെടുത്തുക. कलीसिया के द्वारा परमेश्वर उसको व्यक्त कर देगा। പിശാചിന്റെ പ്ലാൻ പൊളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. शैतान की योजना को तोड़ने वाला एक झुंड यहाँ मौजूद है। പിശാചിന്റെ കള്ളങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. शैतान के झूठ को विरोध करने वाला एक झुंड यहाँ मौजूद है। പിശാചിന്റെ അടിസ്ഥാനപരമായ സകല ചതികളെയും പൊളിച്ച് എഴുതുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. शैतान के हर धोखेबाज उस नींव को तोड़कर नई कहानी लिखने वाला एक झुंड यहाँ मौजूद है, അതാണ് ഞങ്ങൾ, और वो हम हैं। നീതിമാന്മാർ, धर्मी लोग, വിശുദ്ധ വിളിയുള്ളവർ. पवित्र बुलावट वाले लोग। आमेन, आमेन, आमेन। സഭ എന്ന് പറയുന്ന ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. अब समझ गए ना कलीसिया क्या है? കർത്താവ് മരിച്ചത് കൊണ്ടുണ്ടായതല്ല സഭ. कलीसिया इसलिए नहीं हुआ क्योंकि मसीह यीशु कलवरी पर मरा। അപ്പോസ്തലനായ പത്രോസ് ഉദ്ഘാടനം ചെയ്തു അല്ല സഭ. और प्रेरित पत्रस ने इसका इनॉग्रेशन नहीं किया। പിന്നെ സഭ എന്താ? फिर कलीसिया क्या है? അനാദികാലത്തിന് മുമ്പേ ഉള്ള ദൈവത്തിന്റെ നിർണയം. परमेश्वर की योजना जो अनंत काल के पहले ही शुरू हो चुकी थी। അതുകൊണ്ടാണ് ആദമിനെ തകർത്തപ്പോൾ അവനോർത്ത് രക്ഷപ്പെട്ടത്. इसलिए जब आदम नाश हुआ तो शैतान को लगा कि सब हो गया, അവിടെ ഒരു സഭ തുടങ്ങുവാൻ पर वहाँ एक कलीसिया शुरुआत हो रही थी। കലീസിയായ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ. परमेश्वर कलीसिया को बाहर लेकर आ रहा था। ആമേൻ. സ്വർഗത്തിൽ ഇരുന്ന കലീസിയായെ പുറത്തു കൊണ്ടുവന്നു. परमेश्वर स्वर्ग में छुपी हुई उस कलीसिया को बाहर लेकर आ गया। മനസ്സിലായോ ആദമിനെ തൊടുന്നതിന്റെ കാരണം എന്താണ്? इसलिए आप समझ गए ना कि आदम को क्यों छूता है। അവിടെ ആ സഭ തുടങ്ങുന്നു. वहाँ कलीसिया शुरू होती है। വീണ്ടെടുപ്പെന്നുള്ളത് സഭയുടെ ആപ്തവാക്യ. उद्धार पाना ये कलीसिया का रहस्य അത് है, അവിടെ തുടങ്ങിയത്. वो वही शुरू होती है। ആമേൻ, आमेन, ആമേൻ. आमेन। നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ. हम उद्धार पाए हुए झुंड है, വിശുദ്ധ വിളിയുള്ളവരാ. पवित्र बुलावट वाले लोग हैं, ദൈവത്തിന്റെ മണവാട്ടിയാ. परमेश्वर के दुल्हन है, ആ ദൈവത്തിന്റെ മക്കളാ. परमेश्वर के बच्चे हैं, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാ. मसीह के संगी वारिस നമ്മൾ हैं। സഭയാ. हम कलीसिया है। സഭ മുഖാന്തരം कलीसिया के द्वारा സാത്താനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. शैतान को हम चुनौती ഹേ देते हैं। സാത്താനെ, हे शैतान, നിന്റെ കള്ളങ്ങൾ ഞങ്ങൾ പൊളിക്കുകയാ. तेरे झूठ को हम तोड़ते हैं, നിന്റെ ചതികളെ ഞങ്ങൾ പൊളിക്കുകയാ. धोखे को हम तोड़ते हैं। ദേശം ദൈവത്തിൻ്റെത്, ये देश परमेश्वर का, ദേശം ദൈവ സഭയുടേത്. ये देश कलीसिया का, യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में। ആമേൻ. आमेन, हालेलुया, हालेलुया, ഞാൻ എന്റെ വാക്ക് നിർത്തും. हालेलुया। ഞാൻ പ്രസംഗിക്കാനുള്ള മൂഡിൽ കയറിയതേ ഉള്ളൂ. मेरे को प्रचार करने का अभी मन हो रहा है। ആമേൻ.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദമിനെ എന്തിനാ കടന്നുകൊണ്ട് ഈ തൊടുന്ന മൊത്തം. अभी आप समझ गए कि आदम को परमेश्वर क्यों छू ഏതൻ रहा എന്തുകൊണ്ടാ തൊടുന്നതെന്ന് മനസ്സിലായോ? था? एदन को क्यों छू रहा था? ये അനാദികാലം परमेश्वर ने, മുമ്പുള്ള സഭയാ അവിടെ തുടങ്ങി. क्योंकि कलीसिया वहां शुरू हुई थी, ഹ, അനാദികാലം മുമ്പുള്ള സഭ. अनंत काल के पहले। ആമേൻ. അപ്പം അബ്രഹാം നമ്മുടെ പാർട്ടായിരുന്നു. तो इब्राहिम हमारी ही योजना की एक हिस्सा था। ഈ പുതിയ നിയമ സഭയുടെ അന്നത്തെ വിശ്വാസിയായിരുന്നു അബ്രഹാം. इस नए करार की कलीसिया का पहला विश्वासी था इब्राहिम। ആമേൻ. മോശ അന്നത്തെ പോളായിരുന്നു. मूसा उस समय का पौलुस था, അപ്പൻ. पिता। ആമേൻ. ഒന്ന് ചിന്തിച്ച് ദൈവത്തിന്റെ പ്ലാനിങ് പിശാചിന് എങ്ങനെ ഇത് വീഴുന്നു? देखिए परमेश्वर की योजना कैसी है, शैतान का कैसे ഇതാണ് समझ जाए। അൺസർച്ചബിൾ റിച്ചസിന്റെ പ്രത്യേകത. यही खासियत है उस धन के जो ढूंढने से भी नहीं मिलता। പിടിയിടുന്നുണ്ട്. കയ്യിനെ ചതിച്ചപ്പോ അവൻ വിചാരിച്ചു തീർന്നു. कैन को धोखा दिया और उसको लगा कि हो गया। കാരണം ഇവനെ ഹാബേലിനെ കൊന്നു. आबेल मर गया, കയ്യിൻ പിശാചിന്റെ കയ്യിലായി. कैन शैतान के हाथ में आ മാനവകുലം गया തീർന്നെന്ന് വിചാരിച്ചു. और शैतान को लगा सब कुछ ठीक हो ഈ गया। പൊട്ടന് മനസ്സിലായില്ല ഇവനെ പൊളിക്കുന്ന സഭ അവിടെ തുടങ്ങിയത്. ये बेवकूफ समझ नहीं पाया कि अब यहाँ कलीसिया की शुरुआत हो गई। അവിടെ സഭ തുറന്നെന്ന്. वहाँ कलीसिया शुरू സഭ हो गई। ഇവിടെ ഉള്ളിടത്തോളം जब तक कलीसिया यहाँ है അവന് ജയിക്കാൻ പറ്റത്തില്ല. वो नहीं जीत पाएगा। അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ अगर उसको कुछ करना സഭ है, ഇവിടുന്ന് എടുക്കപ്പെടണം. कलीसिया को यहाँ से जाना होगा। ദൈവത്തിന്റെ ഹൃദയവാ സഭ. परमेश्वर का दिल है യേശു कलीसिया। അപ്പച്ചന്റെ മനസ്സാ സഭ. यीशु मसीह का मन है യേശുവിന്റെ कलीसिया। സ്വന്തമാ സഭ. यीशु मसीह का खुद आमेन। का है ये कलीसिया, അതിന്റെ ഭാഗമാകാൻ और उसका भाग बनने के लिए നമുക്ക് ദൈവം ഭാഗ്യം തന്നു. परमेश्वर ने हमें भाग्य दिया। ആമേൻ. आमेन। വിദ്യാഭ്യാസം കാണത്തില്ല, വിദ്യാഭ്യാസം കാണത്തില്ല, हमने पढ़ाई नहीं की होगी, സമ്പത്ത് കാണത്തില്ല, शायद धन नहीं होगा, വലിയ ജോലി കാണത്തില്ല. नौकरी शायद बड़ी ना പക്ഷെ हो, ഒരു കാര്യം ഉറപ്പാണ്, पर एक चीज है, ഞാൻ യേശുവിന്റെ മനസ്സാണ്. मैं यीशु का मन मैं हूँ, ഞാൻ ദൈവത്തിന്റെ ഹൃദയ. परमेश्वर का हृदय हूँ मैं, യേശു അപ്പച്ചന്റെ കൂട്ടവകാശിയാ यीशु मसीह की संगी वारिस हूँ मैं। എന്ന് പറഞ്ഞാൽ യേശു അപ്പച്ചൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്കുണ്ട്. मतलब जो भी यीशु मसीह का है वो मेरा भी है। ആമേൻ. മറക്കല്ലേ, भूलना नहीं, ഈ ഉറപ്പുണ്ടെങ്കിൽ ये भरोसा है तो നമുക്ക് ജീവിക്കാൻ പറ്റും. हम जी सकते हैं। ഒന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ നിൽക്കുന്ന സിറ്റുവേഷൻ हम जिस परिस्थिति में रुके हैं, ദൈവം നിന്നെ അങ്ങനെ ആക്കിയതാ. परमेश्वर ने आपको उस परिस्थिति में रखा है। ആമേൻ. നീ കാണിച്ച പാപനിമിത്തം വന്ന സിറ്റുവേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. मैं आप पाप के परिणाम से जो आया है उसके बारे में नहीं कह रहा। ഞാൻ പറഞ്ഞത് ദൈവം നീ ചിന്തിക്കാതെ നിന്നെ കൊണ്ടുവന്ന് എത്തിച്ച ഒരു സിറ്റുവേഷൻ. एक ऐसी परिस्थिति जो तूने सोचा भी नहीं, वहाँ परमेश्वर ने तुझे पहुंचाया। നീ ചോദിച്ചു എന്തുകൊണ്ട് എനിക്കിത് വരുന്നു? और आप बोल रहे कि मुझे क्यों आ रहा है ये, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ. मैं अकेला हो गया। കർത്താവ് പറയാ, परमेश्वर कहता है ഇത് ഞാൻ കൊണ്ടുവന്ന സിറ്റുവേഷൻ. ये परिस्थिति मैंने लाई ഈ है। സിറ്റുവേഷൻ നീ എത്തിയെങ്കിലേ अगर इस परिस्थिति में तू पहुंचे നീ പ്രോപ്പറായിട്ട് എന്റെ മുഖത്തേക്ക് നോക്കും. तो ही तू ठीक से मेरे चेहरे को അപ്പോഴേ देखेगा, എനിക്ക് നിനക്കൊരു അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റും. तो ही मैं तुझे एक समय दे ആ पाऊंगा। അപ്പോയിന്റ്മെന്റ് എന്തിനാണെന്നറിയോ? वो मुलाकात इसलिए है അൺസർച്ചബിൾ റിച്ചസ് നിനക്ക് കൈമാറും. क्या कि मैं ऐसे धन तुझे सौंपूं जो तुझे ढूंढने से भी ना मिले। ആമേൻ. ഈ ആഴ്ച അത് ചോദിക്കണം. इस हफ्ते परमेश्वर से उसकी मांग रखे, ഈ അധ്യായം വായിക്കണം. इस अध्याय को पढ़े, ഈ ഒരൊറ്റ വാക്ക് और ये एक അൺസർച്ചബിൾ റിച്ചസ്. ऐसा धन जो ढूंढने से ना मिले, എനിക്കത് വേണം. मुझे वो चाहिए। സഭ മുഖാന്തരം വെളിപ്പെടണ്ട कलीसिया के द्वारा आने वाले അൺസർച്ചബിൾ റിച്ചസ് वो धन जो ढूंढने से ना അത് मिले, എന്നിലൂടെ വെളിപ്പെടണം. वो मेरे द्वारा बाहर എനിക്കത് आए, വേണം. मेरे पास साथ बाहर आए। സ്പിരിച്വൽ വശവും എനിക്ക് വേണം, ഫിസിക്കൽ വശവും എനിക്ക് വേണം. शारीरिक स्तर पर भी और आत्मिक स्तर पर भी मुझे चाहिए। ആമേൻ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. हम प्रार्थना करें। എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. സഭയല്ലേ, അടുത്ത് നിൽക്കുന്നവർക്ക് കരം കൊടുത്തു. हम कलीसिया है, जो बाजू में है उनके हाथ को आप पकड़े എന്നിട്ട് പ്രാർത്ഥിച്ചു. और प्रार्थना करें। അപ്പാ, ഈ ആഴ്ച पिता, इस हफ्ते എനിക്ക് വേണം ഒരു കൃപ. मुझे कृपा चाहिए, അത് നിന്റെ അൺസർച്ചബിൾ റിച്ചസിനെ കണ്ടെത്താൻ. ताकि मैं उन धन को ढूंढ पाऊं जो तुझ में छुपे हैं।
ഞാനിപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് ഞാൻ അങ്ങയോട് ഒരിക്കലും പരിഭവം പറയുന്നില്ല. मैं जिस परिस्थिति में हूँ मैं उसके बारे में नहीं गुड़गुड़ाना चाहता. ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. इसके पीछे परमेश्वर आपका एक उद्देश्य है. എനിക്കൊരു സീക്രട്ട് ടൈം നീ വെച്ചിട്ടുണ്ട്. आपने मेरे लिए एक रहस्य समय को रखा है. ഐ ആം അവൈലബിൾ. मैं उसके लिए मौजूद हूँ पिता. ഞാൻ റെഡിയാപ്പാ. मैं तैयार हूँ पिता. നീ കൈമാറുന്ന എന്തോ സ്വീകരിക്കാൻ. जो भी तू मुझे सौंपे उसको स्वीकार करने के लिए. അൺസർച്ചബിൾ റിച്ചസ് ഉണ്ട്. और तूने बोला कि ऐसे धन है जो ढूंढने से ना मिलते. അത് പ്രാപിക്കാൻ मुझे वो प्राप्त ഞാൻ करनी है. റെഡിയാ. मैं तैयार हूँ. ഞാൻ റെഡിയാ. मैं तैयार हूँ. ഞാൻ സഭയാ. मैं कलीसिया हूँ. അതിന് അവകാശിയാ. मैं उसका ഞാൻ പാപിയല്ല. मैं उसका संगी वारिस ഞാൻ हूँ. നീതിമാനാ. मैं पापी नहीं मैं धर्मी हूँ. ഞാൻ വിശുദ്ധനാകേണ്ടവനാ. मैं पवित्र बनने वाला हूँ. എനിക്ക് ആ റിച്ചസ് വേണം. मुझे वो धन चाहिए पिता. എല്ലാ ആഴ്ചത്തെയും സർമൺ കേട്ടിട്ട് പോകുന്ന പോലെ ഈ സർമൺ കേട്ടിട്ട് പോകല്ല. प्रचार सुनकर घर लौटने जैसा आप ना सुने इसे. നിന്റെ സ്വാതന്ത്ര്യത്തെ തുറക്കുന്ന സൺഡേ. ये संडे आपकी आजादी को खोलने वाला रविवार है. ചില മേഖലകൾ നിനക്ക് സ്വാതന്ത്ര്യം തരാതെ പിശാച് കളിപ്പിച്ച മേഖലകളെ പൊളിക്കുന്ന സൺഡേ. एक ऐसा रविवार जहाँ कुछ धोखे में तुझे बंधवाई में रखा है वहाँ से तुझे आजादी मिल रही है. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. इसलिए आप परमेश्वर से प्रार्थना करें. ഞാൻ റെഡിയാകണം. मैं तैयार हूँ. സിറ്റുവേഷനെ ഞാൻ കുറ്റം പറയുന്നു. मैं परिस्थिति के बारे में कुछ नहीं बोलना चाहता. എന്റെ മാനുഷിക നില അതിന് കുറ്റം പറഞ്ഞു. मैं मेरे मनुष्य के स्तर पर कुछ चीजें नहीं बोलना പക്ഷെ चाहता. ഇന്ന് എനിക്ക് മനസ്സിലായി पर आज मैं समझ रहा हूँ കുറ്റം പറയേണ്ട സമയമല്ല. कि ये गुड़गुड़ाने का समय नहीं. ഞാൻ എന്റെ സ്വന്തം ബുദ്ധിയിൽ അതിനെ കൈകാര്യം ചെയ്തില്ല. मेरे बुद्धि में कार्य करने का समय नहीं. ഞാൻ ആത്മാവിൽ അതിനെ കൈകാര്യം ചെയ്തു. मुझे आत्मा में कार्य करना है. പക്ഷെ എനിക്കിപ്പോ ആവശ്യം पर मुझे जानना है നിന്റെ അപ്പോയിന്റ്മെന്റ് എനിക്ക് വേണം. तेरा एक समय मुझे चाहिए. നിന്റെ അപ്പോയിന്റ്മെന്റ് എനിക്ക് വേണം. मुझे तेरा समय चाहिए ഈ पिता. സീക്രട്ട് ടൈമിന് എനിക്ക് അവസരം തരണം. इस रहस्य समय के लिए मुझे मौका दे पिता. അൺസർച്ചബിൾ റിച്ചസ് എനിക്ക് കിട്ടിയേ പറ്റും. ऐसा धन जो ढूंढने से नहीं मिलता मैं प्राप्त करना चाहता സഭ हूँ. എന്താന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. मुझे दिखाना है कि कलीसिया क्या होती വേൾഡിന് है. എനിക്ക് കാണിച്ചു കൊടുക്കണം. दुनिया को दिखाना है कि कलीसिया പിശാചിന് क्या എനിക്ക് होती കാണിച്ചു है. കൊടുക്കണം. शैतान को दिखाना है कि कलीसिया क्या होती है. കർത്താവ് ഈ ജനത്തിന്റെ പ്രാർത്ഥന നീ കേട്ടതിന് परमेश्वर इन लोगों के प्रार्थना को तूने ഇവർ सुना. സൈന്യമായി മാർച്ച് ചെയ്യട്ടെ. ये सेना बने पिता. ഇവർ റെവലേഷനുകൾ എത്തി പിടിക്കട്ടെ. ये प्रकटीकरण को प्राप्त करे पिता. ഇവർക്ക് പലതും വെളിപ്പെട്ടു വരട്ടെ. चीजें इनके सामने प्रकट हो जाए पिता. ഇവർ ഹൈ ലെവൽ റെവലേഷൻ ഉള്ളവരാകട്ടെ. ये लोग ऊंचे स्तर के प्रकटीकरण को प्राप्त करें. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഭക്ഷിക്കുന്നവരാകട്ടെ. परमेश्वर के रहस्यों को खाने वाले बने ये लोग. ദൈവത്തിന്റെ വചനത്തിന്റെ ചുരുളുകളെ വിഴുങ്ങുന്നവരാകട്ടെ. तेरे वचन में छुपे हुए रहस्यों को प्राप्त करने वाले बने लोग. ആ കർത്താവ് ചെയ്യുന്നതിനാൽ സ്തോത്രം. परमेश्वर तू ये कर रहा है इसलिए धन्यवाद. ഞാൻ ഇവരെ അനുഗ്രഹിച്ചു. मैं इनको आशीषित करके प्रार्थना करता हूँ. എല്ലാം നന്മയ്ക്കും നന്ദി. सारे आशीषों के लिए धन्यवाद. സകല സൗഖ്യത്തിനും നന്ദി. सारे चंगाइयों के लिए धन्यवाद. മഹത്വം അങ്ങേക്ക്. महिमा आपको. കർത്താവ് ഇത്രയും നേരം ക്ഷമയോടിരിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്ക് നന്ദി. इतनी देर आपकी उपस्थिति में बैठने के लिए दिया हुआ कृपा के लिए धन्यवाद. കർത്താവ് അനുഗ്രഹിച്ചാട്ട് आशीषित करना पिता. ജനത്തെ അനുഗ്രഹിച്ചയക്കും. ये लोगों को आशीषित कर कर भेज रहा हूँ. യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में मांगता हूँ सुन और ग्रहण कर. और कल